നാം വായിച്ചു കേട്ട വേദഭാഗം 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിനകത്ത് ഒരു പദം പറയുന്നുണ്ട്, പിശാചിന്റെ പ്രവൃത്തിയെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. 2 പദങ്ങൾ, പിശാചിന്റെ പ്രവൃത്തി, 2 ദൈവപുത്രന്റെ പ്രവൃത്തി. ആരാണ് പിശാച്? എന്താണ് പിശാചിന്റെ പ്രവൃത്തി? ആരാണ് ദൈവപുത്രൻ? എന്താണ് ദൈവപുത്രന്റെ പ്രവൃത്തി? എല്ലാവരും പിശാചുക്കളാണോ? അല്ല. പിശാചിനെ പിശാചിനെ വിളിക്കാൻ പറ്റും, ദൈവപുത്രൻ എന്ന് വിളിക്കാൻ പറ്റും. എല്ലാവരും ദൈവപുത്രന്മാരാണോ? അല്ല. ദൈവപുത്രനെ കയറി പിശാചെന്ന് വിളിക്കാൻ പറ്റും? ഇല്ല. എന്നാൽ യേശു കർത്താവ് ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ട് ഭൂതത്തെ പുറത്താക്കുന്നുവെന്ന് പറഞ്ഞ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ കൃപയുള്ളവരെ കുറിച്ച് അങ്ങനെയൊക്കെ പറയും. പക്ഷെ അത് സാരമാക്കേണ്ട കാര്യമില്ല, അതൊക്കെ പോട്ടെ. അപ്പൊ നാം വായിച്ചു കേട്ട വേദഭാഗം പിശാചിന്റെ പ്രവൃത്തി എന്താണ്, ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ്? പിശാചിന്റെ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ദൈവപ്രവൃത്തിയുടെ ആഴങ്ങളിലേക്ക് നാം പോകാൻ ഇടയാകുന്നത്. എന്താണ് പിശാചിന്റെ പ്രവൃത്തി? എങ്ങനെയാണ് പിശാച് പ്രവർത്തിക്കുന്നത്? പിശാചിന്റെ മേഖലകൾ ഏതൊക്കെയാണ്? അടുത്തത്, ദൈവപുത്രൻ എങ്ങനെയാണ് പ്രത്യക്ഷനാകുന്നത്? ദൈവപുത്രൻ എങ്ങനെയാണ് വിടുവിക്കുന്നത്? ദൈവപുത്രൻ നമ്മളെ എങ്ങനെയാണ് നീതിയിലേക്ക് നയിക്കുന്നത്? ഈ രാത്രി ദൈവപുത്രൻ നിങ്ങളെ വിടുതലിലേക്ക് നയിക്കാൻ പോകുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് പിശാചിന്റെ പ്രവൃത്തി അഴിച്ച് ദൈവപുത്രന്റെ മഹത്വം നിങ്ങളുടെ മേൽ വെളിപ്പെടുത്താനാണ് പരിശുദ്ധാത്മാവ് ഈ രാത്രി നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അതിവിടെ സംഭവിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു പിശാചിന്റെ പ്രവൃത്തികൾ അഴിയപ്പെടും? നിങ്ങളുടെ മേൽ കെട്ടപ്പെട്ടതാണെങ്കിലും, ഭവനത്തിന്റെ മേൽ കെട്ടപ്പെട്ടതാണെങ്കിലും, തലമുറകളുടെ മേൽ ബന്ധിക്കപ്പെട്ടതാണെങ്കിലും, എന്ത് തന്നെയാണെങ്കിലും അതിന്റെ മേൽ ഒരു സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നിങ്ങളുടെ മേൽ സ്വർഗം പകരും. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ പരിശുദ്ധാത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. പിശാചിന്റെ ആദ്യത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ശബ്ദമെടുത്ത് ഹല്ലേലൂയ. നിങ്ങളിങ്ങനെ മനസ്സിലാകാത്തവരെ പോലെ ഇരിക്കാണ്. ആമേൻ, സ്തോത്രം. അപ്പം 1-ാമത്തെ കാര്യം വായിച്ചു കേട്ട വേദഭാഗത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ, ആമേൻ, സ്തോത്രം, പിശാച് പരീക്ഷകനാണ്. അവൻ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. പരീക്ഷയെ ജയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. എന്തിനാണ് പരീക്ഷ ജയിക്കുന്നത്? സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനോട് എന്തിനാ പരീക്ഷ ജയിക്കുന്നത് ചോദിച്ചാൽ അവൻ പറയും അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കാനാണ്. എന്നാൽ ആത്മീയ ഗോളത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട് പരീക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും നിശ്ചയമായിട്ടും പരീക്ഷയുണ്ട്. അതിനെ ജയിക്കണ്ടായോ? ജയിക്കണം. എങ്ങനെ ജയിക്കണം? പേപ്പറിനകത്ത് കറുപ്പിലോ നീലയിലോ എഴുതി ജയിക്കാൻ പറ്റുമോ? ഇല്ല. മറിച്ച് അകത്തു പകരപ്പെട്ട വചനം കൊണ്ട് അതിനെ ജയിക്കണം. ഇവിടെ വായിച്ച വേദഭാഗം, ആമേൻ, യേശു കർത്താവിനെ പിശാച് പരീക്ഷിക്കുന്ന വേദഭാഗം. പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചെങ്കിലും, ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും 40 രാവും പകലും മാറ്റിവെച്ചെങ്കിലും പിശാച് അവനെ നിരന്തരം പരീക്ഷിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് രാത്രിയിൽ വചനം കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഏതെങ്കിലും മേഖലയിൽ പിശാച് നിങ്ങളെ പരീക്ഷിക്കുന്നുവെങ്കിൽ ഇന്ന് പകലിൽ അതിന്റെ മേൽ നിങ്ങൾ ജയമെടുത്തേ മതിയാകൂ. അതിനുവേണ്ടിയ ദൈവം നിങ്ങളെ കൊണ്ടുവന്നത്. എന്നും രോഗിയായിട്ടിരിക്കാൻ ആവശ്യമുണ്ടോ? എന്നും വൈദ്യന് കാശ് കൊടുക്കാൻ നിങ്ങളുടെ ഈ സമ്പത്തുണ്ടോ? എന്നും ഈ കടഭാരം മാറാതെ ഇങ്ങനെ തന്നെ മരിക്കാൻ ആഗ്രഹിക്കുന്നു? എന്തിനാണ് ഈ കടഭാരം? എന്തിനാണ് ഈ രോഗം? എന്തിനാണ് നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കുന്ന നന്മ വൈദ്യന്മാർക്ക് കൊടുത്ത് നിങ്ങളുടെ കാശ്, നിങ്ങളുടെ രോഗവും മാറുന്നില്ല, നിങ്ങളുടെ കാശും തീർന്നുകൊണ്ടിരിക്കുന്നു? എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുക, ഏക വഴി പിശാച് കൊണ്ടിട്ട രോഗത്തെ നിങ്ങൾ വിശ്വാസം കൊണ്ട് ജയിക്കണം. പിശാച് കൊണ്ടിട്ട കടഭാരത്തെ നിങ്ങൾ വിശ്വാസം കൊണ്ട് ജയിക്കണം. പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ തിന്മയായി വെളിപ്പെടുത്തിയതിനെ ഇന്ന് രാത്രിയിൽ നിങ്ങൾ അതിന്റെ മേൽ ജയിക്കണം. പരീക്ഷിക്കാൻ പിശാചുണ്ടെങ്കിൽ ജയിക്കാൻ, നിങ്ങളെ ജയിപ്പിക്കാൻ ഒരു യേശു നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളും ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളും നിങ്ങളെ ഉടച്ചു കളയാനല്ല, മറിച്ച് ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി, ഒരു ദൈവമഹത്വത്തിനു വേണ്ടി നിങ്ങളെ ഒരുക്കുവാൻ വേണ്ടിയാണ്. ആദ്യത്തെ പദം പരീക്ഷകൻ നിങ്ങളെ നിരന്തരം പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അടുത്ത പദത്തിലേക്ക് ഞാൻ പോകുകയാണ്. കാരണം ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു നിരവധി വാക്യങ്ങൾ വായിച്ച് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ പോയേ മതിയാകത്തുള്ളൂ. അപ്പൊ പിശാച് പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അവൻ അവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃപയുള്ളവൻ ഇവിടെ ജയിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥിക്കാൻ ഒരു കൃപയുണ്ടെങ്കിൽ പിശാചിന് നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. ലോകത്തെ ഒന്നും കീഴ്മേലൊന്നും മറിക്കണ്ട, മലയൊന്നും പോയി കടലിൽ ചാടാനൊന്നും പറയുന്നു. പ്രാർത്ഥിക്കാൻ കൃപ മതി.
പിശാചിനെ ജയിക്കാൻ പ്രാർത്ഥിക്കാൻ കൃപ മതി. വലിയ കൃപയൊന്നും വേണ്ട, പ്രാർത്ഥിക്കാൻ കൃപ മതി. കർത്താവേ, ഇതിനെ ജയിപ്പാൻ എനിക്കൊരു കൃപ നൽകണം, മതിയെന്നേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു കൃപയുണ്ടെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന രോഗത്തെ നീ ജയിക്കും. നിന്റെ തലമുറയുടെ മേൽ പിശാച് ബന്ധിച്ച ബന്ധനം ഈ രാത്രി അഴിയും. ഇന്ന് രാത്രി ഞാൻ ഇവിടെ വന്നതുകൊണ്ടല്ല ബന്ധനം അഴിയുന്നത്, നിങ്ങളുടെ വിശ്വാസം കൊണ്ടാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. എന്റെ കയ്യിൽ നിങ്ങളുടെ സൗഖ്യമില്ല, എന്റെ കയ്യിൽ നിങ്ങളുടെ വിടുതലില്ല. നിങ്ങളുടെ അകത്തെ വിശ്വാസം ഇന്നിവിടെ പറയപ്പെടുന്ന വചനവുമായി കൂട്ടിമുട്ടുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നത്. അതുകൊണ്ട് വചനം നിങ്ങളുടെ മേൽ പ്രവർത്തിക്കട്ടെ. അപ്പൊ പരീക്ഷകൻ പരീക്ഷിക്കാൻ വരുമ്പോൾ നിങ്ങൾ ആ പരീക്ഷയെ ജയിക്കണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. ലൂക്കോസ് 8:12. വഴിയരികെയുള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. രക്ഷിക്കപ്പെടാതെ ഇരിപ്പാൻ പിശാച് വന്ന് ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. അപ്പൊ ഒന്നാമത്തെ പിശാചിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പരീക്ഷകനാണ്, പരീക്ഷിച്ചുകൊണ്ടിരിക്കും. എന്തിനാണ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ തോറ്റുപോകാൻ വേണ്ടി, നീതിയുടെ കിരീടം പ്രാപിക്കാതിരിക്കാൻ വേണ്ടി, ദൈവത്തോട് അടുക്കാതിരിക്കാൻ വേണ്ടി. നാം ദൈവത്തോട് അടുത്താൽ രോഗത്തിന് ജയിക്കാൻ കഴിയത്തില്ല. നാം ദൈവത്തോട് അടുത്താൽ പിശാചിന് ജയിക്കാൻ കഴിയത്തില്ല. നാം ദൈവത്തോട് അടുത്താൽ നമ്മുടെ കണ്ണുനീരുകൾക്ക് പരിഹാരം ഉണ്ടാകും. നാം ദൈവത്തോട് അടുത്താൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. അപ്പം നാം ദൈവത്തോട് അടുക്കാതിരിപ്പാൻ, നാം എന്നും പരാജയപ്പെടുവാൻ പരീക്ഷകൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തെ പദം അവിടെ വായിച്ചു കേട്ടത്, ഹൃദയത്തിനകത്തുള്ള വചനത്തെ എടുത്തു കളയും. വചനമാണ് നിങ്ങളെ വിടുതലിലേക്ക് നയിക്കുന്നത്. ഒരാമേൻ പറഞ്ഞാട്ടെ. ഒന്നും കൂടെ ആവർത്തിക്കാം, വചനമാണ് നിങ്ങളെ വിടുതലിലേക്ക് നയിക്കുന്നത്. അതാ ഞാൻ മുമ്പേ പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നിട്ടില്ല. വചനമാണ് നിങ്ങളെ വിടുതലിലേക്ക് നയിക്കുന്നത്. വിടുതലിലേക്ക് നയിക്കുന്ന വചനത്തെ ഒരാളുടെ ഹൃദയത്തിൽ നിന്നും എടുത്തു കളഞ്ഞാൽ പിന്നെ അവൻ എങ്ങനെ വിടുതൽ പ്രാപിക്കും? നിങ്ങളുടെ അകത്തു വീണ വചനമാണ് ഇന്ന് രാത്രി നിങ്ങളെ വിടുതൽ കൽപ്പിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വിടുതൽ നൽകുന്നത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വീഴുന്ന വചനമാണ്. നിങ്ങളുടെ ആത്മതലങ്ങളെ മാറ്റുന്നത് ഹൃദയത്തിനകത്ത് വീണ വചനമാണ്. വലിയ നിങ്ങളുടെ അകത്തു വീണ വചനം നിങ്ങളെ ആള് മാറിയതുപോലെ പരിശുദ്ധാത്മാവ് മാറ്റാൻ പോകുക. ദൈവാത്മാവ് പറയുക, ഹൃദയത്തിൽ വീണ വചനത്തിനൊത്തവണ്ണം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാമെങ്കിൽ ആള് മാറിയവനെ പോലെ അസാധാരണമായ ചില കാര്യങ്ങൾ ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിന്നെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് ദൈവാത്മാവ് പറയുക. ഹൃദയത്തിൽ വീണ ചില വചനങ്ങളുണ്ട്, അതിനൊത്തവണ്ണം ചലിക്കാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവിന് നിന്നിലൂടെ ചിലരെ പുറത്തെടുക്കാൻ പദ്ധതി ഉണ്ടെന്ന് ദൈവാത്മാവ് ആലോചന പറയുക. അപ്പം വചനം ഹൃദയത്തിനകത്ത് വേണം. വചനം ഹൃദയത്തിനകത്ത് ഇത് പിശാച് എടുത്തു കളവാൻ നമ്മൾ ഒരു അവസരം കൊടുക്കരുത്. ഒരു ഉദാഹരണം പറയാം. ഈ കതക് പൂട്ടിയിട്ടിരിക്കുക, പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഈ വീടിനകത്ത് കയറണമെങ്കിൽ ഈ കതക് ഒന്നെങ്കിൽ തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ പുറത്തു നിന്ന് വരുന്നയാൾ ഇത് കുത്തിപ്പൊളിക്കണം, അല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ. അല്ലാതെ നമ്മൾ ആരും തുറക്കാതെ കുത്തിപ്പൊളിക്കാനല്ല, നേരെ വന്ന് കയറാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ തുറക്കാതെ ഒരിക്കലും ആ വ്യക്തി അകത്ത് കയറത്തില്ല. വരുമോ? ഇല്ല. ഇതുപോലെ നമ്മളുടെ ഹൃദയം തുറന്നു കൊടുക്കാതെ പിശാച് ഒരിക്കലും നമ്മളുടെ ഹൃദയത്തിനകത്തുള്ള വചനം എടുത്തു കളയത്തില്ല. നമ്മൾ എവിടെയോ ഇച്ചിരി സ്ഥലം കൊടുക്കും. വല്ലപ്പോഴും ഇച്ചിരി കൊടുത്ത് അതൊരു വലിയ സ്ഥലമായി അവൻ അങ്ങ് കയറി വചനത്തെ എടുത്തു കളഞ്ഞ് അവന്റെ പ്രവൃത്തിയെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കും. അന്ന് നമ്മുടെ പരാജയം തുടങ്ങും. അപ്പം നമ്മൾ തുറന്നു കൊടുക്കാതെ പിശാച് നമ്മുടെ മേൽ അധികാരം നടത്തത്തില്ല. ആ വാതിലിനെ നമ്മളെ നടക്കുക. നിങ്ങൾ തുറക്കുന്ന വാതിലിനെ നിങ്ങളെ നടക്കുക. അകത്തെ വചനം എടുത്തു കളവാൻ പിശാചിനെ അനുവദിക്കരുത്. അടുത്ത വാക്യം വായിച്ച്, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 70-ാമത്തെ വാക്യം. നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ, എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ഞാൻ പ്രാരംഭത്തിൽ ഒരു പദം പറഞ്ഞു, എല്ലാവരെയും പിശാച് എന്ന് പറയാൻ പറ്റൂ? ഇല്ല. എന്നാ പിശാചിനെ എന്തെന്ന് പറയണം? അല്ല, വേറെ പേരുണ്ടോ? ഇവിടെ യേശു കർത്താവ് തന്നെ 3.5 വർഷക്കാലം വിളിച്ച് വേർതിരിച്ച യൂദയുടെ മുഖത്ത് നോക്കി പറയുക, എന്താ പറയുന്നത്? ഞാൻ തെരഞ്ഞെടുത്തവരിൽ ഒരുവൻ പിശാചാകും. ഒന്നുകൂടെ വായിച്ച ആ ഭാഗം, 70, 6:70. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 70-ാം വാക്യം.
നിങ്ങളെ 12 പേരെ യേശു അവരോട് നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? യേശു അവരോട് നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പൊ 12 എണ്ണത്തെ തെരഞ്ഞെടുത്തിട്ട് യേശു പറയാണ് നിങ്ങൾ ഒരുത്തൻ ആരാണെന്ന്? പിശാച്. എന്തുകൊണ്ടാ പറയാൻ കാരണം? പിശാചിന്റെ പ്രവൃത്തി കാണിച്ചതുകൊണ്ട്. ഇത്രയേ ഉള്ളൂ. അതിനോട് ചേർന്നൊരു വാക്യം 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരാകുന്നു? കള്ളൻ എന്ന് പറഞ്ഞാൽ ബൈബിളിന്റെ ഭാഷയിൽ പിശാചെന്ന്. യൂദയുടെ കാര്യം പറഞ്ഞിട്ട് ഈ വാക്യം എടുത്തതിന്റെ കാര്യം മനസ്സിലായി. യേശുവിനെ അറിയാം, കൂടെ നടക്കുന്നു, പണസഞ്ചി സൂക്ഷിക്കുന്നു, എല്ലാ കാര്യങ്ങളും അറിയാം, യേശു ചെയ്ത അത്ഭുതങ്ങളും അറിയാം, യേശുവിന്റെ വചനവും അറിയാം, എല്ലാം അറിയാം. പക്ഷെ ഇവിടെ പറയുകയാണ് കൂടെ നടക്കുന്നതും ശരിയാണ്, അത്ഭുതം കാണുന്നതും ശരിയാണ്, യേശുവിന്റെ തോളത്ത് കൈയിട്ടാണ് നടക്കുന്നത്, അതും ശരിയാണ്, പണസഞ്ചി സൂക്ഷിക്കുന്നവരാണ്, അതും ശരിയാണ്. പക്ഷെ കൂടെ നടന്നെന്ന് പറഞ്ഞോട്ടോ പണസഞ്ചി സൂക്ഷിച്ചെന്ന് പറഞ്ഞോട്ടോ പ്രയോജനമൊന്നുമില്ല. കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ അതാണ് കാര്യം. അപ്പം അവൻ ഒന്നുകൂടെ വായിച്ചു പറയാം. 1 യോഹന്നാൻ 2:4. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും. അപ്പൊ യേശുവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അപ്പം യേശുവിനെ അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യേശു പറഞ്ഞ കൽപ്പന അനുസരിക്കാത്തവൻ എല്ലാവരും ആരാകുന്നു? കള്ളനാകുന്നു. താഴോട്ട് വായിക്കുമ്പോൾ താഴോട്ട് വരുന്ന വേദഭാഗങ്ങളിൽ ആരാണെന്ന് വ്യക്തമായുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് നൽകി. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 2-ാം വാക്യം. അത്താഴം ആയപ്പോൾ പിശാച് ശിമയോന്റെ മകനായ യൂദാ ഇസ്കരിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കാൻ തോന്നിപ്പിച്ചിരുന്നു. ഹൃദയത്തിൽ കാണിച്ചു കൊടുക്കാൻ തോന്നിപ്പിച്ചിരുന്നു. 1, പിശാച് പരീക്ഷകനാണെന്ന് പറഞ്ഞു. 2, പിശാച് വചനത്തെ എടുത്തു കളയുന്നവനാണെന്ന് പറഞ്ഞു. 3, പിശാച് ചില തോന്നലുകൾ കൊണ്ടിടും. ആ തോന്നലുകളെ ജയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ വ്യക്തിപരമാണ്. ഞാൻ നിങ്ങളോട് പറയാം, രക്ഷ വ്യക്തിപരമാണ്. നിങ്ങൾക്ക് വേണ്ടി എനിക്ക് രക്ഷിക്കപ്പെടാൻ കഴിയത്തില്ല. സ്നാനം വ്യക്തിപരമാണ്. നിങ്ങൾക്ക് വേണ്ടി എനിക്ക് സ്നാനപ്പെടാൻ കഴിയത്തില്ല. അഭിഷേകം വ്യക്തിപരമാണ്. നിങ്ങൾക്ക് വേണ്ടി എനിക്ക് അന്യഭാഷ സംസാരിക്കാൻ കഴിയത്തില്ല. നിത്യത വ്യക്തിപരമാണ്. നിങ്ങൾക്ക് വേണ്ടി എനിക്ക് സ്വർഗത്തിൽ പോവാനും പറ്റത്തില്ല. ഇതെല്ലാം വ്യക്തിപരം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ട ഒരു സമയം വരും. കണ്ടോ? അത് വ്യക്തിപരമാണ്. അത് വ്യക്തിപരമാണ്. അത് വ്യക്തിപരമാണ്. നിത്യത വ്യക്തിപരമാണ്. രക്ഷ വ്യക്തിപരമാണ്. ദൈവത്തിന്റെ കൽപ്പന വ്യക്തിപരമാണ്. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല, വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യമാണത്. അപ്പം ഈ തോന്നൽ ഹൃദയത്തിനകത്ത് കൊണ്ടിടുമ്പോൾ വ്യക്തിപരമായി അതിനെ ജയിക്കണം. എന്റെ ഹൃദയത്തിനകത്തെ തോന്നൽ എന്റെ അടുത്തിരിക്കുന്ന ഈ സഹോദരൻ എങ്ങനെ അറിയാൻ പറ്റും? ഇനിയിപ്പോ അറിഞ്ഞാലും എന്റെ ഹൃദയത്തിലെ തോന്നൽ അദ്ദേഹത്തിന് എങ്ങനെ ജയിക്കാൻ കഴിയും? അദ്ദേഹം ജയിച്ചാലും ഞാൻ ജയിച്ചില്ലെങ്കിൽ ഞാൻ തോറ്റുപോകത്തില്ലേ? ഓരോരുത്തരെ ഓരോ രീതിയിലാണ് പിശാച് പരീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഓരോ രീതിയിലുള്ള ശുശ്രൂഷയാണ് ഓരോരുത്തരിലൂടെ വെളിപ്പെടുന്നത്. അപ്പം ശുശ്രൂഷയുടെയും വിളിയുടെയും അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പിശാചിന്റെ സാമ്രാജ്യത്തെ ആരാണോ തകർക്കുന്നത് അവന് നേരെയായിരിക്കും ഏറ്റവും കൂടുതൽ പോരാട്ടം. അപ്പം വിളിയുമായുള്ള ബന്ധത്തിലാണ് പരീക്ഷകളും പരിശോധനകളും നേരിടേണ്ടി വരുന്നത്. പക്ഷെ ഇത് പരാജയത്തിനല്ല, നിനക്ക് വേണ്ടി ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ലക്ഷ്യസ്ഥാനത്തേക്ക് പരിശുദ്ധാത്മാവിന് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഈ രാത്രി ദൈവാത്മാവ് പറയുക, ശത്രു കൊണ്ടിടുന്ന തോന്നലുകളെ ജയിക്കണം. ഒരു ചെറിയ പനി വരുമ്പോ ഞാൻ ചത്തുപോകുവോ? ഒരു മുഴ വരുമ്പോ ക്യാൻസർ ആയിരിക്കുവോ? ഇതെല്ലാം എന്താണ്? തോന്നല. ഇതൊക്കെ തോന്നല. ഈ തോന്നൽ വെച്ചോണ്ട് എത്ര നാള് BP കൂട്ടി ചാകുക അല്ലാതെ പ്രയോജനമുണ്ട്? ഈ ഞാൻ പറയാം, കർത്താവ് വെച്ചിരിക്കുന്ന അളവ് 70 വയസ്സാണെങ്കിൽ ഇപ്പൊ എനിക്ക് കർത്താവ് വെച്ചിരിക്കുന്ന വയസ്സ് 70 എന്ന് വെച്ചോ. നിങ്ങളെ ഉദാഹരണം എടുത്താൽ പോകുന്ന വഴിക്ക് നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യും. അതുകൊണ്ട് എന്നെ തന്നെ എടുത്താൽ വിഷയമില്ലല്ലോ. അപ്പം കർത്താവ് എനിക്ക് വെച്ചിരിക്കുന്ന വയസ്സ് 70 എന്ന് വെച്ചോ. 60 ആയപ്പോഴേ എനിക്കൊരു മുഴ വന്നു, ക്യാൻസർ ആകുമോ, ചാകുമോ?
62-ാമത്തെ വയസ്സാകുമ്പോഴേ ഞാൻ ചാവുന്നു. എന്താ കാരണം? അകത്തെ തോന്നല. അതാണ് എന്നെ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, BP കൂട്ടുന്നത്, എന്റെ പ്രഷർ കൂട്ടുന്നത്. അതാണ്. എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എന്റെ ജീവിതത്തെ ഞാൻ തന്നെ നശിപ്പിക്കുക. ഇന്ന് പകൽ ശത്രു കൊണ്ടിടുന്ന തോന്നലുകൾ നിന്നെ ജീവിതം വഴിമുട്ടിക്കാനാ, നിന്നെ മരണത്തിലേക്ക് കൊണ്ടുവിടാനാ. ചിലർ പറയത്തില്ലേ, ജീവിതം എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു, ചാകാൻ തീരുമാനിച്ചതാ. ഈ തോന്നൽ ആരാ കൊണ്ടിട്ടത്? യേശു വന്നത് ആരെയും കൊല്ലാൻ വന്നവനല്ല, സ്വന്തം ജീവനെ നൽകി നിങ്ങളെ വിടുവിക്കാൻ വന്നവരാ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിന്റെ ദാസൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ആമേൻ, മരണത്തെ മുഖാമുഖമായി കണ്ടതാ. ഞാൻ പറയും, ഇതിനകത്തിരിക്കുന്ന ചിലർ മരണത്തെ മുഖാമുഖമായി കണ്ടവരുണ്ട്, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചുറപ്പിച്ചവരുണ്ട്. ഞാൻ തലയിൽ കൈവച്ച് ദൂത് പറയുന്നില്ലെന്നുള്ളൂ, വേഗത്തിൽ പോകണം, അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നോടാ കർത്താവ് സംസാരിക്കുന്നതെന്ന്. അപ്പം തീരുമാനിച്ചവരുണ്ട്, കയറെടുത്ത് ഉറപ്പിച്ചതുണ്ട്, ഇന്ന് രാത്രി ഞാൻ ചാകാമെന്ന്, ഇന്ന് രാത്രി കൊണ്ട് എല്ലാം തീർക്കാമെന്ന്, കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് ഇന്ന് രാത്രി കൊണ്ട് എല്ലാം അസ്തമിക്കാമെന്ന് തീരുമാനിച്ചതാ. എന്തുകൊണ്ടാ? ആമേൻ, ആ തോന്നലുകളെ എവിടെയോ വെച്ച് ബ്രേക്ക് ആയതുകൊണ്ടാ നീ ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, പിശാച് മരിക്കണമെന്ന് തോന്നൽ കൊണ്ടിടുമ്പോൾ അപ്പോൾ മരിച്ചാൽ നിന്റെ ജീവിതം കൊണ്ട് ആർക്കും പ്രയോജനമില്ല. എന്നാൽ ആ തോന്നലിനെ വെട്ടി, ഇല്ല ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് നിന്നെ കുറിച്ച് ചിലത് ചെയ്യിക്കാനുണ്ട്, ദൈവത്തിന് നിന്റെ ജീവിതത്തെ മനോഹരമാക്കാനുണ്ട്. ഞാൻ ഇന്ന് രാത്രി ചിലരെ നോക്കി പ്രവചിക്കട്ടെ, ശത്രു നിന്റെ ജീവിതത്തെ അടിച്ചൊതുക്കിയേക്കാം, ശത്രു നിന്റെ ജീവിതത്തെ അലങ്കോലപ്പെടുത്തിയേക്കാം. എന്നാൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ദൈവം നിന്റെ ജീവിതത്തെ അലങ്കരിക്കാൻ പോകുകയാണ്, ദൈവം നിന്റെ ജീവിതത്തെ മാനിക്കാൻ പോകുകയാണ്. പിശാചിന് നിന്റെ ജീവിതത്തെ എടുക്കാനേ കഴിയത്തുള്ളൂ, തരാൻ കഴിയത്തില്ല. എന്നാൽ ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന യേശുവിന് സമൃദ്ധിയായ ജീവനെ നിങ്ങളുടെ മേൽ നൽകാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടിടുന്ന തോന്നലുകൾ, ആമേൻ, മരിച്ചു പോകുമോ, ക്യാൻസർ ആകുമോ, ആമേൻ, ചത്തുപോകുമോ, അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ കഴിയുമോ, ഇങ്ങനെയുള്ള തോന്നലുകളെ ഈ രാത്രി ജയിക്കണം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഈ രാത്രി ചില തോന്നലുകൾ ക്യാൻസൽ ആകട്ടെ. ഹൃദയത്തിനകത്തുള്ള ചില തോന്നലുകൾ, ചില സംശയങ്ങൾ, ചില തോന്നലുകൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ബ്രേക്ക് ആകിയ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു, നീ ജയിക്കും കുഞ്ഞെ, നീ മരിക്കത്തില്ല, നീ ജയിക്കാൻ പോകുകയാ. ദൈവം നിനക്ക് വേണ്ടി ഒരു ഭാവി വെച്ചിട്ടുണ്ട്, ദൈവം നിനക്ക് വേണ്ടി ഒരു വലിയ വിടുതൽ വെച്ചിട്ടുണ്ട്, നീ തോറ്റു പോകത്തില്ല. പരിശുദ്ധാത്മാവ് പറയാ, നീ ജയിക്കാൻ പോകുക, ദൈവം നിന്നെ മാനിക്കാൻ പോകുക. നിന്നെ കരയിച്ചവരുടെ മധ്യത്തിൽ, നീ മരിക്കുന്നത് കാണാൻ കാത്തിരുന്നവരുടെ നടുവിൽ ദൈവം നിന്നെ ചിലതിനു വേണ്ടി പ്രയോജനപ്പെടുത്താൻ പോകുന്നത് പരിശുദ്ധാത്മാവ് പറയുക. അടിച്ചൊതുക്കി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചവരുടെ നടുവിൽ ദൈവം നിന്നെ അലങ്കരിക്കാനും മാനിക്കാനും പോകുന്നത് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ഇന്ന് രാത്രി നീ ഇവിടെ വന്നിരിക്കുന്നത് നിന്റെ മിടുക്ക് കൊണ്ടല്ല, ചാകണമെന്ന് പലതവണ നീ തീരുമാനമെടുത്തതാ. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ദൈവത്തിന് നിന്നെ കുറിച്ച് ചില പദ്ധതികളുണ്ട്, ദൈവത്തിന് നിന്നിലൂടെ ചിലത് പ്രവർത്തിക്കാനുണ്ട്. ദൈവം നിന്നെ മാനിക്കും. കളിയാക്കിയവരുടെ നടുവിൽ, തള്ളിക്കളഞ്ഞവരുടെ മധ്യത്തിൽ, വേണ്ടെന്ന് പറഞ്ഞവരുടെ നടുവിൽ ദൈവം നിന്നെ മാനിക്കും. നിന്റെ തലയെ ഉയർത്തും, നിന്റെ തലമുറകളെ ദൈവം മാനിക്കും. പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ദൈവം നിങ്ങളെ മാനിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ഇന്ന് രാത്രി വിശ്വസിക്കുക, തോന്നലുകൾ ബ്രേക്ക് ആയാൽ നീ രക്ഷപ്പെട്ടു കുഞ്ഞെ. ലോൺ തുടങ്ങിയതേ ഉള്ളൂ, ഇപ്പൊ ചിന്തിക്കുക ജപ്തിയായി പോകുക. എന്തൊരു കഷ്ടമാണ് നിർത്തണേ. ഒന്നും വേണ്ട. ഞാൻ ലോൺ എടുത്ത്, ഉദാഹരണം പറയട്ടെ, ഞാൻ ലോൺ എടുക്കത്തില്ല, കടം വാങ്ങിക്കത്തേ ഇല്ല. കൊടുക്കാൻ പറ്റുന്നെങ്കിൽ വേണ്ട വാങ്ങിക്കാൻ. ഒരു ഉദാഹരണം പറയാം, ഞാൻ ലോൺ എടുത്തു, ആദ്യത്തെ 10 മാസം അടച്ചു. 10 മാസം അടച്ചു കഴിഞ്ഞപ്പോഴാ തൊട്ടപ്പുറത്തെ ആള് അച്ഛൻ എന്ത് ചെയ്ത് ലോൺ എടുത്തത്. 10 മാസം അടച്ച് ഞാൻ വീണ്ടും അടച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഞാനൊരു 17 അല്ലെങ്കിൽ 15ാമത്തെ മാസം ആയപ്പോഴത്തേക്ക് ഞാൻ ലോണൊക്കെ അടച്ച് മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ അപ്പുറത്തെ അച്ഛൻ എന്ത് ചെയ്തു, അപ്പുറത്തെ അച്ഛൻ്റെ ജോലിയും പോയി, ലോണും അടയ്ക്കാൻ പറ്റുന്നില്ല. ബാങ്കുകാർ വന്ന് ഇന്നും വഴക്ക്. എൻ്റെ മനസ്സിൽ തോന്നൽ വരിക, എൻ്റെ ജോലിയും പോകുമോ, എനിക്കും ആക്സിഡന്റ് ഉണ്ടാകുമോ, ഞാനും കിടപ്പിലാകുമോ, ലോൺ അടയ്ക്കാൻ പറ്റുമോ? ഇതെല്ലാം ആരാ കൊണ്ടിടുന്നത്? ഇന്ന് രാത്രി ഈ തോന്നലുകൾ ബ്രേക്ക് ആയ നിന്റെ ഭാവി രക്ഷപ്പെട്ടു. ഈ തോന്നലുകളാണ് നിങ്ങളെ ഗതി പിടിപ്പിക്കാതെ വെച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവം ആരെയും നശിപ്പിക്കുന്ന ദൈവമല്ല. ഞാൻ പ്രസംഗിക്കുന്ന യേശു ആരെയും നശിപ്പിക്കുന്ന ദൈവമല്ല, മറിച്ച് നശിച്ചതിനെ
അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എന്റെ യേശു ആരെയും ശപിക്കുന്നവനല്ല, ശപിച്ചിട്ടതിനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നിന്നെ തകർക്കുന്ന ഉത്തരവാദിത്തം ദൈവത്തിനില്ല, നിന്നെ ഉടയ്ക്കുന്ന ഉത്തരവാദിത്തം ദൈവത്തിനില്ല. ദൈവത്തിന് നിന്നെ പണിതെടുക്കേണ്ട ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തോന്നലുകൾ ഇന്ന് പകൽ ബ്രേക്ക് ആകണം. ഈ രാത്രി തോന്നലുകൾ ബ്രേക്ക് ആകണം. അവർക്ക് വന്നത് നിനക്ക് വരുത്തില്ല. അവരാരാ, നീ ആരാ? ഇന്ന് രാത്രിയിൽ നിന്റെ അകത്ത് നീ പ്രാപിച്ച അഭിഷേകം, നീ വിളിക്കുന്നവൻ ആരാണെന്നുള്ള വ്യക്തമായ ബോധ്യം നിനക്കുണ്ടെങ്കിൽ ഒരപകടവും ഒരനർത്ഥവും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. ഒരു തിന്മയും നിന്റെ കുഞ്ഞുങ്ങളെ ബാധിക്കത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുക. തോന്നലുകൾ ഈ ജനത്തിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ദൈവത്തിന്റെ വിടുതലിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകട്ടെ. യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ വായിച്ച വേദഭാഗം തന്നെയാ. 8 മുതൽ 12 വരെ ഒന്ന് വായിച്ചാൽ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. അപ്പൊ ഒന്നാമത്തെ പദം പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. അപ്പം ആദ്യത്തെ ഉത്തരം കിട്ടിയത് പാപം ചെയ്യുന്നവൻ ആരാ? പിശാചിന്റെ മകൻ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്നവന് ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. അടുത്ത വായിച്ചോ. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നല്ലോ. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. നിന്റെ സ്വഭാവം നോക്കിയാൽ അറിയാം നീ ദൈവത്തിന്റെ പക്ഷക്കാരനാണോ അതോ പിശാചിന്റെ പക്ഷക്കാരനാണോ. നിന്നിലൂടെ പാപമാണ് വെളിപ്പെടുന്നതെങ്കിൽ നീ പിശാചിന്റെ പക്ഷക്കാരൻ. അല്ല, നിന്നിലൂടെ നീതിയാണ് വെളിപ്പെടുന്നതെങ്കിൽ, വിശുദ്ധിയാണ് വെളിപ്പെടുന്നതെങ്കിൽ നീ ദൈവത്തിന്റെ പക്ഷക്കാരൻ. അപ്പൊ നിന്നിൽ നിന്നും ഒഴുകുന്നത് എന്താണോ അതാണ് നിന്റെ കൂട്ടുകാരൻ. കാരണം നിന്റെ കൂട്ടുകാരനിലുള്ളതാണല്ലോ നിന്റെ മേൽ പകരപ്പെടുന്നത്. നീയും ഇടകലർന്നു പോകുന്ന വ്യക്തിയിലുള്ളതാണല്ലോ നിന്റെ മേൽ പകരപ്പെടുന്നത്. അപ്പം നിന്റെ മേൽ കള്ളത്തരം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനെല്ലാം മാറ്റിക്കോണം. ദൈവം നിന്നെ വിടുവിക്കാൻ പോകും. വായിച്ചോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. അടുത്ത പദം പറയുക, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അതെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. അതാണ് അതിന്റെ കാര്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. എന്താ കാര്യം? ദൈവത്തിൽ ജനിച്ചതുകൊണ്ടാണ്. ദൈവത്തിൽ ജനിച്ചതുകൊണ്ടാണ്. ഒരാളെന്നെ കാണുന്നുവെന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ, എന്റെ നിത്യത നഷ്ടപ്പെടുമെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടെങ്കിൽ, ഞാൻ ദൈവത്തിൽ ജനിച്ചതുകൊണ്ടാണ്. എന്താ പാപം ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്നറിയാം? നമ്മളൊക്കെ പാപം ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയാം? പ്രധാനപ്പെട്ട ഒറ്റ കാരണമേ ഉള്ളൂ, ദൈവത്തെ ഭയമില്ലാത്തതുകൊണ്ടാണ്. ദൈവത്തെ ഭയപ്പെടുന്നവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. കാരണം ബൈബിളിൽ ഒരു വേദഭാഗം അതെടുക്കുന്നില്ല. ബൈബിളിൽ ഇപ്രകാരം പറയുന്നു, ആരെ ഭയപ്പെടണമെന്ന് പറയുന്നു. സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരെ ഭയപ്പെടരുത്. ഈ ലോകത്തിൽ ജീവനോടിരിക്കുന്ന ആരെയും ഭയപ്പെടരുത് എന്ന് പറഞ്ഞാൽ തനിഷ്ടക്കാരായിട്ട് ജീവിക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ ഭയപ്പെടാൻ യോഗ്യതയുള്ളത് ഒറ്റ ഒരാളെ. ആരെയാണെന്നറിയാമോ? മരിച്ചതിന് ശേഷം നിങ്ങളെ നരകത്തിൽ കൊണ്ടിടാൻ കരുത്തുള്ള ദൈവത്തെ മാത്രമേ ഭയപ്പെടാവൂ. 70 ഏറെ ആയാൽ 80 വർഷക്കാലത്തെ ഒരു ചുരുങ്ങിയ കാര്യത്തിന് വേണ്ടിയാ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ഈ ജീവിതം പാഴാക്കിയാൽ അടുത്ത ജീവിതം പിശാചിനോടുകൂടി ജീവിക്കേണ്ടി വരും. എന്നാൽ ഈ ജീവിതം പാഴാക്കാതെ ദൈവത്തോടു കൂടി വസിച്ചാൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, നിന്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. വായിച്ചോ. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ആരോടാണോ കൂടിയിരിക്കുന്നത് അവരുടേതാണ് നമ്മുടെ മേൽ പകരപ്പെടുന്നത്. ഞാൻ വചനത്തോട് കൂട്ടുകൂടിയാൽ വചനമേ എന്റെ മേൽ വെളിപ്പെടത്തുള്ളൂ. പിശാചിന്റെ പ്രവൃത്തി എന്റെ മേൽ വെളിപ്പെടത്തില്ല. അല്ല, ഞാൻ ഇന്ന് ഇതുകൊണ്ട് വെച്ചിട്ട് അടുത്ത ഞായറാഴ്ചത്തേക്ക് തുറക്കുന്ന ആളാണ് ഞാനെങ്കിൽ കാര്യമില്ല. അപ്പൊ ഞായറാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ അകത്തിത്, തിങ്കൾ മുതൽ ശനി വരെ വേറെ പലതും അകത്ത്. അതാണ് കാര്യം. അപ്പൊ ഇടവിടാതെ ഇത് ധ്യാനിക്കുന്നവനെ ജയിക്കാൻ പിശാചിന് കഴിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, അവൻ പ്രസംഗിക്കുന്ന എന്നെ വലിയ പേടിയൊന്നും പിശാചിന് കാണത്തില്ലായിരിക്കും, പ്രവചിക്കുന്നവരെ വലിയ പേടിയൊന്നുമില്ല. പക്ഷെ നിരന്തരം മുഴങ്കാൽ മടക്കി മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ മുമ്പിൽ പിശാച് വിറയ്ക്കും. അവനെ തോൽപ്പിക്കാൻ കരുത്തുള്ള ഒന്നും ഈ ഉലകത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല.
അവനെ തോൽപ്പിക്കാൻ ക്യാൻസറുകൾക്ക് കഴിയത്തില്ല, അവനെ തോൽപ്പിക്കാൻ നഷ്ടങ്ങൾക്ക് കഴിയത്തില്ല, അവനെ തോൽപ്പിക്കാൻ മരണത്തിന് കഴിയത്തില്ല. ഇയ്യോബ് എന്ന ഭക്തനെ പരിചയപ്പെടുത്താം. ഒറ്റ ദിവസം കൊണ്ട് 10 ശവപ്പെട്ടി വീടിന്റെ മുമ്പിൽ വെച്ച്, ആരുടെ ശവപ്പെട്ടി എന്നറിയാവോ? സ്വന്തം മക്കളുടെ ശവപ്പെട്ടി വീടിന്റെ മുമ്പിൽ അടുക്കി വെച്ചപ്പോഴും പതറിപ്പോകാത്ത ഒരു മനുഷ്യൻ ഇയ്യോബ് തിരുവചനത്തിലുണ്ട്. ആമേൻ, സ്തോത്രം. എന്തുകൊണ്ടാ പതറിപ്പോകാനെന്നറിയാവോ? വിളിച്ചവൻ ആരാണെന്നുള്ള ബോധ്യം അവന്റെ അകത്തുള്ളത് കൊണ്ട്, ഇതുമായിട്ടൊരു ബന്ധം അവന്റെ അകത്തുള്ളത് കൊണ്ട്. 10 മക്കള് മരിച്ചു കഴിഞ്ഞപ്പം ഇത് വേണ്ടെന്ന് പറഞ്ഞ് എടുത്തെറിഞ്ഞിട്ട് കയറിന്റെ മുമ്പിൽ തൂങ്ങാൻ പോയില്ല. കാരണം ആരെ വിളിക്കുന്നു എന്നുള്ള ബോധ്യം അവനുണ്ട്. ഇയ്യോബ് പറയുന്ന ഒരു പദം വളരെ പ്രാധാന്യമാണ്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം മാത്രം പ്രാപിക്കാവൂ എന്നുണ്ടോ? അല്പ കഷ്ടതയും കൂടി പ്രാപിച്ചാൽ എന്താ കുഴപ്പം? ഇയ്യോബ് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു കാണിച്ചതാണ്. 10 മക്കൾ മരിച്ചപ്പോഴും അടുപ്പിച്ച് ശവപ്പെട്ടി വീടിന്റെ മുമ്പിൽ വെച്ചപ്പോഴും കാലിടറാത്തവൻ, പതറിപ്പോകാത്തവൻ, ആമേൻ ഹല്ലേലൂയ, തെല്ലും ഭയപ്പെടാത്തവൻ, വിശ്വാസത്തിൽ അടിയുറച്ചവൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുക, ഉറച്ചു നിൽക്കുക. വായിച്ചാട്ടനായിട്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവൻ പാപം ചെയ്യാൻ കഴിയുകയില്ല. ദൈവത്തിൽ ജനിച്ചവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. കണ്ടോ, ഞാൻ പ്രാരംഭത്തിലേ പറഞ്ഞു എന്തിനോടാണ് ചേർന്നിരിക്കുന്നത്. അപ്പോഴറിയാം നിങ്ങൾ ആരുടെ പക്ഷക്കാരനെന്ന്. നിങ്ങൾ ദൈവത്തിന്റെ പക്ഷക്കാരനാണോ? നിങ്ങൾ സംഘടനയുടെ പക്ഷക്കാരനാണോ? നിങ്ങൾ സഭയുടെ പക്ഷക്കാരനാണോ? അതോ നിങ്ങൾ പിശാചിന്റെ കൂട്ടവകാശിയാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങളിൽ നിന്നും ഒഴുകുന്നത് കണ്ടാൽ, നിങ്ങളിൽ നിന്നും വെളിപ്പെടുന്നത് കണ്ടാൽ, നിങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് കണ്ടാൽ, ആമേൻ സ്തോത്രം, മനസ്സിലാക്കാൻ കഴിയും. മറന്നു പോകരുത്. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. കണ്ടോ, പിശാചിന്റെ പ്രവൃത്തി എഴുതിയിരിക്കുന്നത്. മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും. ഈ കള്ളന്റെ പേരാണ് ആരെന്ന്? പിശാച്. അതാ മുമ്പേ പറഞ്ഞല്ലോ. അപ്പം പിശാച് ഒരാളുടെ വീട്ടിൽ കയറി വരുന്നതിന്റെ കാരണം മോഷ്ടിക്കാൻ, 2 അറപ്പാൻ, 3 മുടിപ്പാൻ. ഒരു കാശിനും കൊള്ളരാത്തവനായി, ആമേൻ സ്തോത്രം, ഒരു വിധത്തിലും ഗതി പിടിക്കാത്ത വിധത്തിൽ ആക്കുന്ന ജോലി ആരുടെയാ? പിശാചിന്റെ ജോലി. താഴത്തെ വാക്യം ഒന്ന് വായിച്ചു. അടുത്ത പദം പറയുന്നത് കേൾക്കണം. ആദ്യത്തെ പദം പറയാം, അറപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ കൊണ്ട് നിർത്തുന്നില്ല. അടുത്ത പദം, അവർക്ക് ജീവൻ ഉണ്ടാകാനും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും നിങ്ങൾ സമൃദ്ധിയായി ജീവിക്കാനും വേണ്ടിയാണ് യേശു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത്. അപ്പം കണ്ടോ, നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ മുടിക്കാനല്ല, നിങ്ങളെ കടക്കണിയിൽ കൊണ്ടെത്തിക്കാനല്ല, നിങ്ങളെ രോഗിയാക്കാനല്ല, മറിച്ച് നിങ്ങൾക്ക് ജീവൻ നൽകാൻ, നിങ്ങൾക്ക് ആരോഗ്യം നൽകാൻ, നിങ്ങൾക്ക് സൗഖ്യം നൽകാൻ, നിങ്ങളെ വിടുവിപ്പാൻ വേണ്ടിയാണ് യേശു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് ഒരാഹ്വാനം നൽകുക. ആമേൻ. നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് യേശുവിനെ കയറ്റുക, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് യേശുവിനെ സ്വീകരിക്കുക. അതരം കൊണ്ട് ഏറ്റുപറയുക, യേശുവിന്റെ രാജാവും യേശുവിന്റെ കർത്താവും, യേശുവാണ് എന്റെ എല്ലാം എന്ന് അതരം കൊണ്ട് നീ ഏറ്റുപറയുമ്പോൾ ദൈവസന്നിധിയിൽ നീ രക്ഷിക്കപ്പെടും. ഇന്ന് രാത്രിയിൽ മറ്റൊരുത്തലിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ഉലകത്തിനു മീതെ ഭൂമിക്ക് കീഴെ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. ഇന്ന് രാത്രി അവനിൽ വിശ്വസിക്കുക, അവനിലുള്ള ഒരു രക്ഷ കരസ്ഥമാക്കുക. നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. കള്ളനെ പുറത്താക്കി ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിച്ചാൽ നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. നിങ്ങളുടെ രോഗം സൗഖ്യമാകും. നിങ്ങളുടെ വിലാപങ്ങൾ നൃത്തമാകും. നിങ്ങളുടെ കണ്ണിലെ കണ്ണുനീരുകളെ അവൻ തുടയ്ക്കും. ഇന്ന് രാത്രി വിശ്വാസമുള്ള ദൈവജനം കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 1 പത്രോസ് ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ. ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളെ പരീക്ഷിക്കാൻ വന്നവനാണ്, നിങ്ങളെ തോൽപ്പിക്കാൻ വന്നവനാണ്, നിങ്ങളെ അറപ്പാൻ വരുന്നവനാണ്, നിങ്ങളെ മുടിക്കാൻ വന്നവനാണ്, നിങ്ങളെ ഒരു വിധത്തിലും ജീവിക്കാൻ സമ്മതിപ്പിക്കാത്തവനാണ് പിശാച് എന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞപ്പോഴും ഒരു കാര്യം കൂടെ പറഞ്ഞില്ലെങ്കിൽ അത് പൂർണ്ണത വരുന്നില്ല. ഇവനെ എങ്ങനെ ജയിക്കാൻ കഴിയും? അത് പറയാതെ ഇതെല്ലാം പറഞ്ഞു നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം? ഇതിനെ ജയിക്കുമ്പോഴല്ലേ ആ വിടുതൽ ഉണ്ടാകുന്നത്. വായിച്ചാൽ ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് എന്ന് പറഞ്ഞാൽ ഒരു ആത്മീക ജീവിതത്തിൽ ആത്മീകനെ സംബന്ധിച്ച് അവനൊരു പ്രതിയോഗിയുണ്ട് എന്ന് പറഞ്ഞാൽ അവനൊരു ശത്രുവുണ്ട്. ആ ശത്രു അപ്പുറത്തെ അച്ചായനും അമ്മാമയും അല്ല, മറിച്ച് പ്രതിയോഗിയായ പിശാച്. അലറുന്ന സിംഹം എന്ന പോലെ, സിംഹമല്ല, സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു.
ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ചുറ്റി നടക്കുക. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ സിംഹമാണെന്ന് വിചാരിക്കും, നിങ്ങൾ നോക്കുമ്പോൾ വലിയൊരു കാറ്റാണെന്ന് വിചാരിക്കും, നിങ്ങൾ നോക്കുമ്പോൾ വലിയൊരു ഭൂകമ്പമാണെന്ന് വിചാരിക്കും, നിങ്ങൾ നോക്കുമ്പോൾ വലിയൊരു രോഗമാണെന്ന് വിചാരിക്കും. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഈ രോഗം എന്നെ കിടത്തിക്കളയും, ഈ രോഗം എന്നെ മുമ്പോട്ട് വിടത്തില്ല, ഈ പ്രതിസന്ധി എന്നെ തകർത്തുകളയും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ഇത് വളരെ നിസ്സാരമാണ്, നിങ്ങളുടെ കാൽ കീഴിലെ പൊടി മാത്രമാണ്. ഇന്ന് രാത്രി പിശാചിനെ ജയിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അവൻ കാൽവറിയിൽ അവന്റെ തലയെ തകർത്തതുകൊണ്ട് അവന്റെ തന്ത്രങ്ങൾ അറിയാത്തവരല്ലോ നമ്മൾ. അവന്റെ തന്ത്രങ്ങളെ ജയിപ്പാൻ ഇന്ന് രാത്രി നിങ്ങൾക്ക് ആവശ്യം തിരുവചനമാണ്. തിരുവചനം കൊണ്ടാണ് അവൻ പിശാചിനെ ജയിക്കേണ്ടത്. യേശു ജയിച്ചത് തിരുവചനം കൊണ്ടാണ്. യേശു ജയിച്ചത് പണം കൊണ്ടല്ല, യേശു ജയിച്ചത് കൈക്കരുത്ത് കൊണ്ടല്ല, യേശു ജയിച്ചത് അധികാരങ്ങൾ കൊണ്ടല്ല, യേശു ജയിച്ചത് ജീവനുള്ള വചനം കൊണ്ടാണ് പിശാചിനെ വെട്ടിക്കിട്ടത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ അറപ്പാനും മോഷ്ടിപ്പാനും മുടിപ്പാനും കടന്നു വരുന്ന പിശാചിനെ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ദൈവ വചനം കൊണ്ട് വെട്ടിയിടാമെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളെ ജയിപ്പിക്കാൻ സ്വർഗത്തിന് പദ്ധതിയുണ്ട്. ഇതിനകത്തിരിക്കുന്ന ആരും പരാജയപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കടക്കടിയിലാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ രോഗികളാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നും നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചില കാര്യങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ, ഹല്ലേലൂയ. ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുക. അവൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അപ്പൊ പിശാചിന്റെ പ്രവൃത്തിയാണ് നാം ചിന്തിച്ചത്. അടുത്തത് ദൈവപുത്രൻ. എന്തിനാണ് ദൈവപുത്രൻ വന്നത്? ആരാണ് ദൈവപുത്രൻ? എങ്ങനെയാണ് ദൈവപുത്രന്റെ പ്രവൃത്തി? ഇതുകൂടെ പറഞ്ഞു കഴിയുമ്പോൾ സന്ദേശം തീരും. പിന്നെ വിടുതലിലേക്ക് ഇറങ്ങാൻ പോവുക. വിടുതലിലേക്ക് ഇറങ്ങുമ്പോൾ കർത്താവ് നിങ്ങളെ സ്വന്തമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ഇതിന്റെ നടുവിലുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നടുവിൽ ചലിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു വചനം നിങ്ങളെ ഡെലിവർ ചെയ്യും. എനിക്കറിയാം, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ ഹൃദയത്തിൽ നിന്ന് കെട്ടിയ ചിലതൊക്കെ അഴിഞ്ഞിട്ടുണ്ട്. ചിലർ ഫ്രീ ആയിട്ടുണ്ട്. അകത്ത് ചില ഫ്രീ ആയിട്ടുണ്ട്. ആ ഫ്രീനെസ് പൂർണ്ണമാകാൻ പോകുകയാണ്. ആ ഫ്രീനെസ് നിങ്ങളെ പൂർണ്ണമായ ഒരു വിടുതലിലേക്ക് പരിശുദ്ധാത്മാവ് എത്തിക്കാൻ പോകുക. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ഇത് നല്ലൊരു ദിവസമാണ്. ഈ രാത്രിയിൽ നിങ്ങളുടെ വിടുതൽ നിങ്ങൾ പ്രാപിക്കണം. ഇല്ല, ഇന്ന് രാത്രിയിൽ നിങ്ങൾ പട്ടുപോയാൽ അഗാധമായ കുഴിയിൽ നിങ്ങൾ എത്തപ്പെടും. സന്തോഷം അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ വിടുതൽ പ്രാപിച്ചാൽ നിങ്ങളുടെ മരണത്തെ കർത്താവ് മാറ്റും. നിങ്ങൾക്ക് ദൈവം വിടുതൽ നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിക്കും. നിങ്ങളുടെ കണ്ണുനീരുകളെ ദൈവം മാറ്റും. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വസിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. ഒന്നാമത്തെ പരീക്ഷ, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഇനി വീണ്ടും വായിപ്പിക്കാൻ സമയമില്ല. ഒന്നാമത്തെ പരീക്ഷ, നിങ്ങൾ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. വായിച്ചു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ മേൽപോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് അവനോട് പറഞ്ഞു. അപ്പം ഇത് എല്ലാ മഹത്വവും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ അതിനെ ഒന്ന് നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ അവൻ അവനെ യെരൂശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്നും താഴേക്ക് ചാടുക. മതി, അവിടെ കൊണ്ട് നിൽക്കട്ടെ. അപ്പൊ 3 പരീക്ഷകളും പിശാച് എടുത്തു ചോദിച്ചൊരു ചോദ്യം, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി കൽപ്പിക്കുക. 2, നീ ദൈവപുത്രനെങ്കിൽ ഈ കാണുന്നതിനെ എല്ലാം ഞാൻ നിനക്ക് തരാം, എന്നെ ഒന്ന് നമസ്കരിക്കുക. 3, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് എടുത്ത് താഴേക്ക് ചാട്. അപ്പൊ കല്ലപ്പമായി തീരുന്ന കാണാനൊന്നുമല്ല, മറിച്ച് പിശാചിന്റെ ആഗ്രഹം നീ ദൈവപുത്രനാണോ അല്ലയോ എന്ന് എനിക്കറിയാം. ഭൂമിയിൽ ആരൊക്കെ ജനിക്കും, യേശുവിന്റെ അടുക്കൽ മാത്രമേ ഉള്ളൂ ഈ ചോദ്യമായിട്ട് പിശാച് ചെയ്യുന്നു. കാരണം പിശാചിനൊരു കാര്യം അറിയാം,
എന്നെ തകർപ്പാൻ ഒരുവനുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പുത്രന് മാത്രമേ കഴിയൂ. മാനവകുലത്തെ ഞാൻ മുടിപ്പിച്ചതാണ്, തകർത്തതാണ്, തേജസ് നഷ്ടപ്പെടുത്തിയതാണ്. ഞാൻ കാരണം അവർക്ക് ലഭിച്ച തോട്ടത്തിൽ നിന്നും ദൈവം അവരെ പുറത്താക്കിയതാണ്. ദൈവത്തോട് കൂടെയുള്ള വാസം ഞാൻ നിർത്തിച്ചതാണ്. ഇനിയും മാനവകുലത്തിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇനിയും എൻ്റെ മേൽ അധികാരം ഉണ്ടെങ്കിൽ അത് ദൈവത്തിനും ദൈവത്തിന്റെ പുത്രനും മാത്രമേ ഉള്ളൂ. അപ്പൊ പിശാചിന് അറിയേണ്ടത് അപ്പം ആകുവോ താഴോട്ട് ചാടുവോ ഒന്നുമല്ല, നീ ദൈവത്തിന്റെ പുത്രനാണോ എന്നറിയണം. എന്ന് പറഞ്ഞാൽ നീ എനിക്കിട്ട് പണിയാൻ വന്നവനാണോ എന്ന് എനിക്കറിയണം. എന്റെ സാമ്രാജ്യത്തെ നശിപ്പിക്കാൻ വന്നവനാണോ നീ എന്ന് എനിക്കറിയണം. മറ്റൊന്നും എനിക്കറിയണ്ട. എന്നെ തകർക്കാൻ വന്നവനാണോ, എന്റെ സാമ്രാജ്യത്തെ നശിപ്പിക്കാൻ വന്നവനാണോ, എന്റെ തലയെ മുടിപ്പിക്കാൻ വന്നവനാണോ, അതെനിക്കറിയണം. അതാണ് ചോദിക്കുന്നത്. ഓരോ ചോദ്യത്തിലും പിശാച് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, നീ ദൈവപുത്രനെങ്കിൽ ഈ അപ്പത്തോ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശു പറയുക, വചനം കൊണ്ട് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്നും വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശു കൽപ്പിച്ച കല്ല് അപ്പമാകത്തില്ലേ? അപ്പമാകും. കല്ല് ഒന്നല്ല, അവിടെ കിടക്കുന്ന കല്ലുകളോട് മൊത്തത്തിൽ കൽപ്പിച്ചാലും അപ്പമാകും. എന്തുകൊണ്ടാണ് യേശു അവിടെ അപ്പമാക്കാഞ്ഞത്? പിശാചിന്റെ ചോദ്യത്തിന് മുമ്പിൽ തന്റെ ദൈവത്വം തെളിയിക്കേണ്ട കാര്യമില്ല. ആ യേശു കർത്താവ് പറഞ്ഞ ഉത്തരത്തിന്റെ ഒരു വെളിപ്പാട് ഞാൻ നിങ്ങളോട് പറയാം. എടാ പിശാചേ, നീ ഇപ്പോൾ പറയുന്നു ഈ കല്ലിനെ അപ്പമാക്കിയിട്ട് ഞാൻ ദൈവപുത്രനാണോ അല്ലയോ എന്ന് തെളിയിക്കണം. ഇല്ല, ഇത് നിന്റെ സമയമാ, ഞാൻ തെളിയിക്കത്തില്ല. എന്നാൽ എന്റെ സമയത്ത് ഞാൻ തെളിയിക്കും. എങ്ങനെയാണെന്നറിയാമോ? അപ്പമാകുന്ന ഈ ശരീരം ഗാഗുൽത്തായിൽ തകർക്കപ്പെടും. അന്ന് നീ അറിയും ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. രണ്ടാമത്തെ പരീക്ഷയിൽ യേശു കർത്താവിനോട് പിശാച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ദൈവപുത്രനാണെങ്കിൽ ഇത് സകല മഹത്വവും കാണിച്ചു കൊടുത്തിട്ട് എന്നെ ഒന്ന് നമസ്കരിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ കർത്താവ് പറയുന്നു, ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അപ്പം ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? നീ പറയുന്നത് പോലെ എല്ലാം കാണിച്ചു തന്നിട്ട് നിന്നെ നമസ്കരിച്ചിട്ട് എനിക്കിത് തിരിച്ചു നേടണ്ട. ആദ്യത്തെ ആദമിനെ നീ ഇതുപോലെ തകർത്തത്, അവന്റെ തേജസ്സിനെ നീ ഇതുപോലെ നശിപ്പിച്ചത്, പക്ഷെ ഒരു നാൾ ഞാൻ തെളിയിക്കും. എന്നാണെന്നറിയാമോ? ഒരു നാളിൽ നിന്റെ തലയെ ഞാൻ തകർത്തുകൊണ്ട് കാൽവറി കൊലക്കളത്തിൽ ഒരു ജയത്തിന്റെ കൊടി പാറും. അന്ന് നീ അറിയും ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്. മൂന്നാമത്തെ പരീക്ഷ യേശുവിന്റെ മുമ്പിൽ പിശാച് വന്നിട്ട് ചോദിക്കുകയാണ്. എന്താ മൂന്നാമത്തെ പരീക്ഷ ചോദിക്കുന്നത്? ദേവാലയത്തിന്റെ അഗ്രത്ത് കൊണ്ടു നിർത്തിയിട്ട് ഇവിടെ നിന്നും താഴേക്ക് ചാടാൻ കൽപ്പിക്കുക. എന്നിട്ടൊരു വാക്യം കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാൽ കല്ലിൽ തട്ടി പോകാതിരിപ്പാൻ തക്കവണ്ണം ദൂതനോട് കൽപ്പിക്കുക, എടുത്ത് ചാടുക. അപ്പൊ കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട്, ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു. കുഞ്ഞെ, ഇവിടെ നിന്നും എടുത്ത് ചാടിയിട്ട് ഞാനൊരു സൂപ്പർമാനാണെന്ന് തെളിയിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. പക്ഷെ ഞാൻ തെളിയിക്കും. എന്നാണെന്നറിയാമോ? നിന്റെ സകല ആയുധത്തെ എന്റെ ക്രൂശിന്റെ കീഴിൽ ഞാൻ വാങ്ങിച്ചു വെപ്പിക്കുന്ന ഒരു കാലമുണ്ട്. അന്ന് ഞാൻ തെളിയിക്കും ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ഇന്നലകൾ പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളിച്ചു, ഇന്നലകൾ പിശാച് നിങ്ങളെ പരാജയപ്പെടുത്തി, പരീക്ഷകളിൽ നിങ്ങൾ തോറ്റുപോയി, തോന്നലുകൾ നിങ്ങൾ തോറ്റുപോയി. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയാ, തോന്നലുകൾ ദൈവം നിങ്ങളെ ജയിപ്പിക്കാൻ പോകുക, പരീക്ഷകളിൽ ദൈവം നിങ്ങളെ ജയിപ്പിക്കാൻ പോകുക. വചനവുമായി മുന്നേറുക. ചിലത് വെട്ടി വീഴ്ത്താൻ പോകുക, ചിലത് നിന്റെ മുമ്പിൽ വഴിമാറാൻ പോകുക. ഇന്നലകൾ വാവിളർന്ന് നിന്നെ വിഴുങ്ങാൻ വന്നത് നിന്റെ മുമ്പിൽ വഴിമാറാൻ പോകുക. ദൈവം ചിലത് നന്മയ്ക്കായി നിന്റെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ പോകുന്നെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ആരോടൊക്കെയോ പ്രവചിക്കുക. എത്ര പേർ വിശ്വസിക്കുന്നു? പരീക്ഷയിൽ തോറ്റുപോകാൻ വിളിക്കപ്പെട്ടവരല്ല, പരീക്ഷയിൽ ജയിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? പരീക്ഷയിൽ തോറ്റുപോകാൻ വിളിക്കപ്പെട്ടവരല്ല, ജയിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഒറ്റ കാര്യം, എന്റെ അപ്പ സ്തോത്രം കാൽവറിയിൽ തോറ്റുപോയവനല്ല, കാൽവറിയിൽ ജയിച്ചവനാ. അങ്ങനെയെങ്കിൽ അവന്റെ മകനായ എനിക്കും അതേ ജയം വ്യാപരിക്കണം, അവന്റെ മക്കളായ നിങ്ങളുടെ മേലും അതേ ജയം വ്യാപരിക്കണം. യേശു പരീക്ഷയെ ജയിച്ചെങ്കിൽ നിങ്ങൾ ജയിച്ചിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടിടുന്നതിനെ നിങ്ങൾ ജയിക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗം നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുക. ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ ഒഴുകാൻ പോകുക. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു ദൈവത്തിന് ചിലത് നിങ്ങളിലൂടെ ചെയ്തെടുക്കാൻ പദ്ധതിയുണ്ട്? ഹല്ലേലൂയ. കർത്താവിന് ചിലത് നിങ്ങളിലൂടെ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 40-ാമത്തെ വാക്യം. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കാം, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. ഒന്ന് പിശാച് പറഞ്ഞു,
ദൈവപുത്രനെങ്കിൽ ഈ പരീക്ഷകളെ ജയിക്കാം. അടുത്തത് ശതാധിപൻ പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വരാൻ. നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വരാൻ. പ്രിയരേ, ഗെത്സമന മുതൽ കാൽവറി വരെ അനുഭവിക്കേണ്ടത് അനുഭവിച്ചേ മതിയാകും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഗെത്സമന മുതൽ കാൽവറി വരെയുള്ള അനുഭവം, ആരോടും പറയാൻ കഴിയാത്ത വേദനകൾ, കടിച്ചമർത്തുന്ന വേദനകൾ, ആരോടും പറയാൻ കഴിയത്തില്ല. അപമാനത്തിന്റെ ഭാരമേറി മുൻപോട്ട് ഒരു പടി പോലും വെക്കാതെ തലകുമ്പിടുന്ന സ്തോത്രം, തകർച്ച നേരിട്ട് കാണുന്ന, ഏത് നിമിഷവും മരണത്തെ കാണുന്ന ഒരേ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായേക്കാം. കാൽവറി മുതൽ ഗെത്സമന വരെയുള്ള അനുഭവം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ഗെത്സമന വരെ പിശാചിന് നിങ്ങളുടെ മേൽ ജയമെടുക്കാൻ കഴിയൂ. ഗെത്സമന വരെ കാൽവറി വരെ പിശാചിന് നിങ്ങളുടെ മേൽ ജയമെടുക്കാൻ കഴിയത്തുള്ളൂ. കാൽവറി വരെ പിശാചിന് നിങ്ങളോട് വേദനകൾ നൽകി നിങ്ങളെ പരീക്ഷിക്കാൻ കഴിയൂ. കാൽവറി വരെ രോഗം കൊണ്ടിട്ട് നിങ്ങളോട് പോരടിക്കാൻ കഴിയത്തുള്ളൂ. അടുത്ത തലം എന്താണെന്നറിയാവോ? കാൽവറി കഴിഞ്ഞാൽ ഒരു കല്ലറയാണ്. കല്ലറയുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? അടയുന്ന കല്ലറയല്ല, പ്രതീക്ഷയുടെ കല്ലറ, പ്രത്യാശയുടെ കല്ലറ, മഹത്വം വെളിപ്പെടാൻ പോകുന്ന കല്ലറ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, കല്ലറ എല്ലാത്തിന്റെ അവസാനമെന്ന് ലോകം പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, അല്ലല്ലല്ല, എന്റെ ജീവിതത്തിൽ എല്ലാത്തിന്റെ അവസാനമെന്ന് പറഞ്ഞ കല്ലറയ്ക്കകത്ത് എന്നെ ഒതുക്കിയപ്പോൾ എന്റെ ജീവിതം കൊണ്ട് ഞാൻ പറയാം, കല്ലറ എന്റെ ജീവിതത്തിൽ അസാധാരണമായ കാര്യങ്ങളെ വിളിച്ചു വരുത്തുന്ന തലമാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, കല്ലറ സമാനമായ അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ? ഏതെങ്കിലും മേഖലകളിൽ വൈദ്യത്വം പുറത്തു വരെന്ന് പറഞ്ഞ കല്ലറയ്ക്കകത്ത് അടിച്ചതുപോലെ, കല്ലറയ്ക്കകത്ത് അകപ്പെട്ടതുപോലെ നിങ്ങളുടെ വൈദ്യത്വങ്ങളെ, നിങ്ങളുടെ ദർശനങ്ങളെ, നിങ്ങളുടെ കൃപാവരങ്ങളെ, നിങ്ങളുടെ ശുശ്രൂഷകളെ, നിങ്ങളുടെ ആരോഗ്യത്തെ, നിങ്ങളുടെ സമ്പത്തിനെ പിശാച് ബന്ധിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് ദൂത് പറയാം, ഇല്ല, കല്ലറ അവസാനമല്ല, കല്ലറ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. ഒരു കല്ലറ നിനക്കുണ്ടെങ്കിൽ നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഒരു കല്ലറ നിനക്കുണ്ടെങ്കിൽ നീ ഉയർത്തെഴുന്നേറ്റിരിക്കും. ഇന്ന് രാത്രി ആരോടൊക്കെയോ ആത്മനിറവിൽ ഞാൻ ദൂത് കൈമാറാം, നീ ഒരു കല്ലറയ്ക്കകത്തിരിക്കുകയാണോ? നിനക്കൊരു ഉയർപ്പുണ്ട്, നിനക്കേ ഉയർപ്പുള്ളൂ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നോക്കി നിന്ന് ചിരിക്കുന്നവൻ ഉയർപ്പില്ല, അവൻ കണ്ടു നിൽക്കുന്നവന് ഉയർപ്പില്ല. അങ്ങനെ തന്നെ വേണമെന്ന അവൻ പ്രാകുന്നവൻ ഉയർപ്പില്ല. എന്നാൽ അനുഭവിക്കുന്ന നിനക്കൊരു ഉയർപ്പുണ്ടെന്ന് ഇന്ന് രാത്രി പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറയാൻ? പരിശുദ്ധമ്മ പറയുക, നിങ്ങൾക്കൊരു ഉയർപ്പുണ്ട്, നിങ്ങൾക്കൊരു ഉയർപ്പുണ്ട്. എല്ലാം അകത്തേറ്റി അടച്ച് ഈ രോഗം കൊണ്ട് തീർന്നു പോകും, ഈ നിരാശ കൊണ്ട് തീർന്നു പോകുമെന്ന് പിശാച് വിധി എഴുതിയെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കാം, ഈ രോഗം കൊണ്ട് തീരത്തില്ല, ഈ കഷ്ടത കൊണ്ട് തീരത്തില്ല. ഇത് നിന്റെ ഉയർപ്പിന്റെ അടയാളമാണ്, ഇത് നീ പുറത്തു വരുന്നതിന്റെ അടയാളമാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ഏതെങ്കിലും പ്രതിസന്ധിക്കകത്ത് കല്ലറ സമാനമായ അനുഭവം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ശുശ്രൂഷയിൽ ശോഭിക്കാൻ കഴിയാതെ കൃപാവരങ്ങൾ കല്ലറയ്ക്കകത്ത് വെച്ച് അടച്ചതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇന്ന് രാത്രി ആമേൻ, ശുശ്രൂഷകരോട് പരിശുദ്ധാത്മാവ് പറയുക, നിനക്കൊരു ഉയർപ്പുണ്ട്. ആ ഉയർപ്പ് നീ സ്വപ്നം കാണുന്നതിലപ്പുറമാണ്. ഓ, നിനക്കൊരു ഉയർപ്പുണ്ട്, അത് നീ ചിന്തിക്കുന്നതിലപ്പുറമാണ്. അനേകർ ഒതുക്കിയതിന്റെ ഫലമാ നീ കല്ലറയിൽ വന്നത്, അനേകർ അടിച്ചമർത്തിയതിന്റെ ഫലമാ നീ കല്ലറയിൽ വന്നത്, അനേകർ നിനക്കെതിരെ പ്രാർത്ഥിച്ചതിന്റെ ഫലമാ നീ കല്ലറയിൽ വന്നത്. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ഇല്ല, നിനക്കൊരു ഉയർപ്പുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, ഉയർപ്പ് കാണുന്നവൻ നീ. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, അവനൊന്നും കാണത്തില്ല, പക്ഷെ അനുഭവിക്കുന്ന നീ ചിലത് കാണും. ഓ റബല ശബ്ദന ആരായിരുന്നു രാത്രിയാമൻ പറയുന്നത്? ഓ റബന ഹർധന. അവൻ എതിർ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെന്ന്, അവൻ എതിരെ പ്രാകുന്നവർ പ്രാകട്ടെന്ന്. നീ ഉയർപ്പ് കാണാൻ പോകുക. അവൻ പ്രാഗിക്കൊണ്ടിരുന്നവന്റെ ജീവിതം നശിപ്പിക്കത്തതേ ഉള്ളൂ, അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവന്റെ ജീവിതം നശിപ്പിക്കത്തേ ഉള്ളൂ. ഇന്ന് രാത്രി അനുഭവിക്കുന്ന നിങ്ങൾ ആ ജയത്തിലേക്ക് കയറും, അനുഭവിക്കുന്ന നിങ്ങൾ ആ ദൈവിക വിടുതലിലേക്ക് കയറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ലൂക്കോസിന്റെ സുവിശേഷം 3:35 വാക്യം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മതി. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ജന്മം കൊണ്ട് ദൈവപുത്രനായവൻ. ഒരാമയും പറഞ്ഞാണ്ട്, ജന്മം കൊണ്ട് ദൈവപുത്രനായവൻ. കണ്ടോ? അപ്പം ആർക്കും തിരിച്ചറിഞ്ഞില്ലെങ്കിലും ആലോചന വന്ന് കണ്ടോ?
അവൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനു മുമ്പ് ദൈവപുത്രനായവൻ. ആരോടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്? സ്തോത്രം, 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 സ്തോത്രം. അതാ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മളെ കണ്ടതാന്ന് പറഞ്ഞതിന്റെ കാര്യം അതാ. അവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൂത് ഇവിടെ കിട്ടി. നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നവൻ ദൈവത്തിന്റെ പുത്രൻ തന്നെ. കണ്ടോ, അവൻ ജന്മം കൊണ്ട് ദൈവപുത്രനാന്ന് തെളിയിക്കപ്പെട്ട ഒരുവൻ ക്രിസ്തു. ഞാൻ വേണമെങ്കിൽ പറയാം, ജന്മം കൊണ്ട് അപ്പം തെളിയിക്കപ്പെട്ടു. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാവിന്റെ പ്രവചനത്തിലൂടെ തെളിയിക്കപ്പെട്ടു ഒരുവൻ ഉത്ഭവിക്കുമെന്ന്. കണ്ടോ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ ദൂത് പറഞ്ഞ് പ്രവാചകൻ മരിച്ചുപോയി. യേശു ജനിക്കുന്ന സമയത്ത് യെശയ്യാവിനെ അടക്കിയ സെമിത്തേരിൽ ചെന്ന് കുഴിമാന്തി നോക്കിയാൽ അസ്ഥി കാണുമോന്ന് സംശയമാണ്. പ്രവാചകൻ മണ്ണടിഞ്ഞു പോയാലും അവന്റെ അധരങ്ങളിലൂടെ വന്ന ദൈവത്തിന്റെ ആലോചനയ്ക്ക് മാറ്റമില്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ദൂത് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് കടന്നുപോയേക്കാം, പക്ഷെ ദൈവത്തിന്റെ ആലോചനയ്ക്ക് മാറ്റമില്ലെന്ന ഞാൻ പറഞ്ഞതിന്റെ സാരം. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവം നിങ്ങളോട് ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ മൺമറഞ്ഞോട്ടെ, കാലങ്ങൾ കഴിഞ്ഞാലും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അതിന്റെ പ്രവൃത്തി അതിശീഘ്രമായി ചെയ്തുകൊണ്ടെത്തുകൊണ്ടേയിരിക്കും. ഇന്ന് രാത്രി വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 14:33 പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. കണ്ടോ, പരീക്ഷകളിൽ പിശാചിന്റെ ചോദ്യം നീ ദൈവപുത്രനാണോ എന്നായിരുന്നു. പടയാളികളുടെ ശതാധിപന്റെ ചോദ്യം അതായിരുന്നു, നീ ദൈവപുത്രനാണോ? ആണെങ്കിൽ ഇറങ്ങി വരിക, അല്ലെങ്കിൽ ഇറങ്ങി വരണ്ട. പക്ഷേ ജന്മം കൊണ്ട് താൻ തെളിയിച്ചു ദൈവത്തിന്റെ പുത്രനാണ്. അടുത്ത പദം, കൂടെ നിന്ന് ശിഷ്യന്മാർ പറഞ്ഞു അവൻ ദൈവത്തിന്റെ പുത്രനാണോ. ഒന്നുകൂടെ വായിച്ച ആ ഭാഗം ഒന്നുകൂടെ വായിക്കാവോ? പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ. പടകിലുള്ളവർ പറയാ നീ ദൈവത്തിന്റെ പുത്രൻ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, കൃപയില്ലെന്ന് പറഞ്ഞ് സ്തോത്രം, അഭിഷേകമില്ലെന്ന് പറഞ്ഞ് ഒരുപക്ഷെ നിന്നെ മാറ്റി നിർത്തിയേക്കാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, എന്നും പറഞ്ഞ് നീ അഭിഷക്തനാകാതിരിക്കുന്നത്. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം, മറ്റുള്ളവരുടെ കണ്ണിന്റെ മുമ്പിൽ നിന്റെ അകത്ത് കൃപയൊന്നും ഇല്ലായിരിക്കാം. മറ്റുള്ളവരുടെ കണ്ണിന്റെ മുമ്പിൽ വലിയ പ്രാർത്ഥിക്കാനൊന്നും വലിയ കൃപയൊന്നും ഇല്ലായിരിക്കാം, വലിയ വെളിപ്പാടൊന്നും കാണുന്നില്ലായിരിക്കാം. മറ്റുള്ളവരുടെ കണ്ണിന്റെ മുമ്പിൽ നിന്നെ മാറ്റി നിർത്തിയേക്കാം. പക്ഷെ എന്ന് പറഞ്ഞ് നീ അഭിഷക്തനാകാതിരിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അകത്ത് പകർന്നവൻ അറിയാം നീ അഭിഷക്തനാണോ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, അകത്ത് പകർന്നത് ദൈവം പുറത്തെടുക്കാൻ പോകുകയാണ്. കർത്താവേ, അകത്ത് പകർന്നത് ദൈവം പുറത്തെടുക്കാൻ പോകും. പരിശുദ്ധാത്മാവ് അങ്ങോട്ട് തന്നെ ദൂത് പറയുന്നത്, അകത്ത് പകർന്നത് ദൈവം പുറത്തെടുക്കാൻ പോകുകയാണ്. എവിടെയൊക്കെയോ ഒതുക്കി വെച്ചിരിക്കുക, പക്ഷെ കർത്താവ് പറയാ പുറത്തെടുക്കാൻ പോകുകയാണ്. ശക്തിയോടെ നീ പുറത്തു വരേണ്ട സമയമാണ്. ഈ സമയത്ത് പുറത്തു വന്നില്ലെങ്കിൽ ഇതിന് ഉറങ്ങത്തതേ ഉള്ളൂ, യാതൊരു ഫലവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ സമയത്തുണ്ടെന്ന് ഇത് വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിന്റെ സമയമാണ്. ദൈവത്തിന് നിന്നെ പ്രയോജനപ്പെടുത്തേണ്ട സമയമാണ്. ദൈവത്തിന് നിന്നെ ഉപയോഗിക്കേണ്ട സമയമാണ്. ഈ സമയത്ത് മറഞ്ഞിരുന്നാൽ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പുറത്തു വരാൻ പരിശുദ്ധാത്മാവ് പറയുക, ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യും. അകത്ത് പകർന്നതിനെ ദൈവം പുറത്തെടുക്കാൻ പോകും. അകത്ത് പകർന്നിട്ടുണ്ട്, അഭിഷേകം നിന്റെ അകത്തുണ്ട്, കൃപാവരങ്ങളുടെ ഒരു പകർച്ച നിന്റെ അകത്തുണ്ട്. നിന്നിൽ നിന്നും പകരപ്പെടാൻ പോകുന്ന ഒരു തലമുറയുണ്ട്. അവർ നിന്റെ പകർച്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നീ പുറത്തു വരാനാണ് വെയിറ്റ് ചെയ്യുന്നത്. നീ പുറത്തു വരാൻ, നീ പുറത്തു വന്നാൽ അടുത്ത തലമുറ നിന്റെ മേൽ പകർന്നതിന്റെ ഇരട്ടി പങ്കുമായി പോകും. ദൈവാത്മാവിനോട് ഞാൻ വെറുതെ പറയുകയല്ല, ദൈവാത്മാവിന്റെ ശബ്ദമാണ് ഞാൻ അങ്ങോട്ട് ആലോചന അറിയിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് പുറത്തു വരാൻ ദൈവാത്മാവ് ഇടപെടുക. ഇന്ന് രാത്രി വിശ്വസിക്കുക, പുറത്തു വരിക. ദൈവത്തിന് ഇതിനെ പ്രയോജനപ്പെടുത്താൻ താല്പര്യമുണ്ട്. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 27:40. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക. അപ്പൊ വീണ്ടും പറയുക, നിന്നെ തന്നെ രക്ഷിക്കുക. നീ ദൈവപുത്രനെങ്കിൽ വീണ്ടും ക്രൂശിൽ നിന്നും ഇറങ്ങി വരിക. അവിടെ കൊണ്ട് ഞാൻ നിർത്തുക. മത്തായി 27:54. ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തു നിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ അവനെ ഏറ്റവും ഭയപ്പെട്ടു. ഒരു ശതാധിപൻ ഇവൻ ദൈവപുത്രനാണെങ്കിൽ പുറത്തു വരാൻ പറഞ്ഞു. ഒരു ജനം ഇവൻ ദൈവപുത്രനാണെങ്കിൽ പുറത്തു വരാൻ പറഞ്ഞു. അപ്പൊ മറ്റൊരു ശതാധിപൻ പറയുകയാണ്, നീ ദൈവപുത്രൻ തന്നെയാണ്. സംഭവങ്ങൾ അങ്ങോട്ട് വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ കണ്ണു തുറന്നു. ചിലത് വെളിപ്പെടുമ്പോഴേ ചിലരുടെ കണ്ണു തുറക്കത്തുള്ളൂ. സമയം തീർന്നു പോയി. ദൂഷിച്ചു കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ കയ്യിൽ ആണി അടിച്ചില്ലെന്ന് പറയാൻ പറ്റുമോ? അടിച്ചുപോയി. സ്തോത്രം. ശതാധിപൻ അവസാനമോ മനസ്സിലായത് ഇവൻ ദൈവത്തിന്റെ
പുത്രൻ തന്നെ. മർക്കോസിന്റെ സുവിശേഷം 3:11 അശുദ്ധാത്മാക്കളും അവനെ കാണുമ്പോഴൊക്കെയും അവന്റെ മുമ്പിൽ വീണ് നീ ദൈവപുത്രൻ എന്ന് നിലവിളിച്ചു പറയും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ പോകുന്നതിന്റെ എന്റെ സമയം അവസാനിച്ചു. അതുകൊണ്ട് 2 മിനിറ്റോട് എനിക്ക് പെട്ടെന്ന് പറഞ്ഞു നിർത്തി. അപ്പൊ ഇത് തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ എനിക്കങ്ങ് ബുദ്ധിമുട്ട. വചനം തെളിയിക്കുമ്പോഴാണ് വചനത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അതുകൊണ്ട് വചനത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയണ്ട. സ്തോത്രം. അപ്പം അശുദ്ധാത്മാക്കൾ പോലും പുറത്തു വന്നിട്ട് അവർ പറയുകയാണ് ഈ ദൈവത്തിന്റെ പുത്രൻ തന്നെയാണ്. അപ്പൊ ജന്മം കൊണ്ട് ദൈവപുത്രനാണെന്ന് തെളിയിച്ചവനാണ് യേശു. ജീവിതം കൊണ്ട് ദൈവപുത്രനാണെന്ന് തെളിയിച്ചവനാണ് യേശു. ആമേൻ. സ്തോത്രം. അവസാനം ദുരാത്മാക്കൾ അലറി വന്നിട്ട് പറയുക നീ ദൈവപുത്രൻ തന്നെയാണ്. സ്തോത്രം. അടുത്ത വായിച്ചാട്ടെ. മർക്കോസിന്റെ സുവിശേഷം 15:39. മർക്കോസിന്റെ സുവിശേഷം 15:39. അവനെ എതിരെ നിന്നിരുന്ന ശതാധിപൻ അവൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു. പ്രാണനെ വിട്ടപ്പോഴാണ് മറ്റൊരാൾക്ക് ബോധം ഉണ്ടായത്. അദ്ദേഹവും പറയുക ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ ആയിരുന്നു. മറ്റ് ഒരു പുറത്തു നിന്ന് കാണുന്നവൻ എന്നെ കുറിച്ച് എന്തും പറയുന്നുണ്ട്. അവൻ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നേ. ഞാൻ എന്തിനാ അവനോട് വഴക്കിടാൻ പോകുന്നു? എന്നെ കുറിച്ചൊരു കമന്റ് പറയാൻ പുറത്തു നിൽക്കുന്നവർക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട്. അവരത് പറഞ്ഞോട്ടെ. പക്ഷെ അവര് നിന്റെ ഡെസ്റ്റിനിയെ തെറ്റിക്കരുത്. അവര് നിന്റെ ലക്ഷ്യത്തെ തെറ്റിക്കരുത്. കമന്റ് കേട്ട നീ നിന്റെ ട്രാക്ക് തെറ്റിയാൽ തീർന്നു. നിന്നെ ഒന്നിനും കൊള്ളത്തില്ല. അവൻ കമന്റ് അടിച്ചോട്ടെ. പക്ഷെ നിന്നെ വിളിച്ചവൻ ആരാണെന്നും നിന്റെ അകത്ത് എന്തോ ഉണ്ടെന്നുള്ള ബോധ്യം നിനക്കുണ്ടെങ്കിൽ എത്ര വലിയ കമന്റ് വന്നാലും വിളിച്ചവനിൽ തന്നെ നിൽക്കും. കമന്റ് പറയുന്നവൻ മൺമറഞ്ഞു പോകും. കമന്റ് പറയുന്നവൻ ബലം ക്ഷയിക്കും. എന്നാൽ നീ നാൾക്ക് നാൾ ബലം പ്രാപിക്കും. അതുകൊണ്ട് മറന്നു പോകരുത്. യേശു, അതാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്, ഭൂതങ്ങളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ട് ഭൂതത്തെ പുറത്താക്കുന്നു എന്ന് യേശുവിനെ കുറിച്ച് കമന്റ് അടിച്ചവരുണ്ട്. എന്നാൽ യേശു അത് കേട്ട് ഭയപ്പെട്ടോ? യേശു അത് കേട്ട് കരഞ്ഞോ? എന്നാ പിന്നെ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് യേശു വീട്ടിൽ പോയിരുന്നോ? ഇല്ല. എന്തുകൊണ്ടാ? വിളിച്ചവൻ ആരാണെന്നുള്ള ബോധ്യമുണ്ട്. ആമേൻ. അകത്തെന്താണ് ലഭിച്ചത് എന്നൊരു ബോധ്യമുണ്ട്. ദൈവം നിങ്ങളുടെ അകത്തുണ്ട് എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു പിശാചിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതാണ് പറഞ്ഞതിന്റെ സാരം. അമ്മൻ. ഭയപ്പെടുത്താൻ കഴിഞ്ഞേക്കാം, പേടിപ്പിക്കാൻ കഴിഞ്ഞേക്കാം, ഭയത്തിൽ വീണുപോകരുതെന്നാണ് ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നത്. രോഗം കൊണ്ട് വന്നേക്കാം, പക്ഷെ രോഗത്തിൽ നിങ്ങൾ ജയിക്കുമെന്നുള്ള നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ ആ സൗഖ്യത്തിലേക്ക് നയിക്കുന്നത്. യേശു കർത്താവ് ഒരാളെ സൗഖ്യമാക്കാൻ ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ഒരു വട്ടമല്ല, പല ആവർത്തി ചോദിക്കുന്നുണ്ട്. കാണുന്നവരോടെല്ലാം ചോദിക്കും, നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സില്ലാതെ ഞാൻ എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും ഒന്നും സംഭവിക്കത്തില്ല. എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ വിടുവിക്കപ്പെടണമെന്ന്. നിങ്ങൾക്ക് എന്നാ ഒരാഗ്രഹവും ഇല്ല. എനിക്ക് ഇങ്ങനെ പോയാൽ മതി. പിന്നെ ഞാൻ എത്ര കിടന്ന് പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്തില്ല? വിടുവിക്കപ്പെടത്തില്ല. നിങ്ങൾക്കൊരാഗ്രഹം വേണം, എനിക്ക് വിടുവിക്കപ്പെടണം. എന്റെ വീട്ടിലെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണം. എന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. എന്റെ വീട്ടിൽ ഒഴിയാതെ കയറുന്ന രോഗബാധ അഴിയണം. എന്റെ വീട്ടിലെ കടഭാരം അഴിയണം. എത്ര കിട്ടിയാലും തികയാത്ത അവസ്ഥ മാറണം. ഒരു നിക്ഷേപം എനിക്ക് ഉണ്ടാകണം. എന്റെ ജീവിതത്തിൽ ഒരു മാന്യത ഉണ്ടാകണം. എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കണം എന്നൊരു വിശ്വാസം, എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ വിടുവിപ്പാൻ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ഈ രാത്രി ദൈവം ചിലരെ വിടുവിക്കും. എങ്ങനെയാണെന്നറിയാമോ? അകത്ത് വിശ്വാസമുള്ളവരെല്ലാം കർത്താവ് വിടുവിക്കും. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. വിടുവിക്കാൻ എന്റെ കയ്യിൽ മാജിക്കില്ല, എന്റെ കയ്യിൽ സൂത്രങ്ങളൊന്നുമില്ല. എനിക്കറിയത്തുമില്ല എങ്ങനെ ഒരു രോഗിയെ സൗഖ്യമാക്കേണ്ടത്. എനിക്കറിയത്തില്ല എങ്ങനെ ദുരാത്മാവിനെ പുറത്താക്കേണ്ടത്. ചെയ്യുന്നത് കർത്താവാണ്. കൈവക്കും പ്രാർത്ഥിക്കുന്ന മാത്രമേ ഉള്ളൂ എന്റെ ജോലി. ബാക്കിയെല്ലാം ചെയ്യുന്നത് കർത്താവ് നിങ്ങളും തമ്മിലുള്ള ഡീലിംഗ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസമാണ് കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നത്. അത്രയേ ഉള്ളൂ കാര്യം. യേശു കർത്താവ് ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട് അവിടെ ഉള്ളവരുടെ അവിശ്വാസം കാരണം ഏറിയ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയാതെ മടങ്ങിപ്പോയെന്നൊരു ഭാഗം പറയുന്നുണ്ട്. എടുത്തു വായിപ്പിക്കുന്നില്ല, സമയമില്ല. ഓക്കെ, അപ്പൊ അടുത്ത ഭാഗത്തേക്ക് വരാം. അപ്പൊ ഇവിടെ അവൻ ശതാധിപൻ പറയുകയാണ്, ഇവൻ ദൈവപുത്രൻ തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 1:49 നഥനയേൽ അവനോട്, റബ്ബീ, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. മതി. നഥാനിയേൽ അവനോട് പറയുക, റബ്ബീ, നീ ദൈവപുത്രൻ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവപുത്രൻ എന്ന് പറയാം. ഞാൻ നിങ്ങളോട് കാര്യം പറയാം, വേഗത്തിൽ പോട്ടെ. പത്രോസിനോട് ശിഷ്യന്മാരെല്ലാവരുടെ പടകിൽ സഞ്ചരിച്ച സമയത്ത് യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു?
അപ്പൊ നാട്ടുകാരുടെ അഭിപ്രായമല്ല എനിക്ക് കേൾക്കേണ്ടത്, വീട്ടിലുള്ളവരുടെ അഭിപ്രായമാണ് എനിക്ക് കേൾക്കേണ്ടത്. അപ്പൊ യേശു കർത്താവ് എന്ന് പുരുഷാരം വന്നിരുന്നപ്പോൾ ചോദിച്ചില്ല നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. തനിച്ച് കിട്ടിയപ്പം ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങൾ എന്നെ ആരെന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാരിൽ ഒരാൾ പറഞ്ഞു നീ ഏതോ ഒരു പ്രവാചകൻ എന്ന് പറയുന്നു, മറ്റൊരാൾ പറഞ്ഞു നീ എലിയാവ് എന്ന് പറയുന്നു, മറ്റൊരാൾ പറഞ്ഞു നീ യോഹന്നാൻ എന്ന് പറയുന്നു, മറ്റൊരാൾ പറഞ്ഞു മരിച്ചവരിൽ നിന്ന് ഏതോ പ്രവാചകൻ ഉയർത്തെഴുന്നേറ്റ് വന്നു എന്ന് പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് യേശു പറയുക ഞാൻ ചോദിച്ചത് അതല്ല, നിങ്ങൾ എന്നെ ആരെന്ന് പറയും. എന്നെ നിങ്ങൾ കാണുന്ന ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പുരുഷാരം എന്നെ കാണുന്നത് ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എന്റെ പ്രസംഗം തീരുമ്പോൾ പുരുഷാരം അങ്ങ് പോകും. അവിടെ തമ്പടിച്ചടുത്ത ചർച്ച തുടങ്ങുകയല്ല, മറിച്ച് അടുത്ത ഗ്രാമത്തിൽ പോവുക, അടുത്തുള്ളവരെ സൗഖ്യമാക്കുക, ശുശ്രൂഷ പൊക്കോണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഒരു നിശ്ചിത സമയം മാത്രമേ നിങ്ങൾ എന്നെ കാണുന്നുള്ളൂ. പക്ഷേ ശിഷ്യന്മാരെ, നിങ്ങൾ എന്നെ നിശ്ചിത സമയം മാത്രമല്ല, ഊണിലും ഉറക്കത്തിലും നിങ്ങൾ എന്റെ കൂടെ തന്നെയാ. എനിക്ക് കേൾക്കേണ്ടത് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. എല്ലാവരും ഒരു നിശബ്ദത, ആർക്കും മിണ്ടാനും പറയാനും ഒന്നുമില്ല. അവസാനം ഒരുത്തൻ ചാടി എഴുന്നേറ്റിട്ട് പറയുക നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. കണ്ടോ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. നീ മനുഷ്യനല്ല, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു പ്രവാചകനല്ല, നീ ഒരു ഏലിയാവല്ല, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ തന്നെയാ. ആരായി വെളിപ്പാട് പത്രോസ് നിന്റെ അകത്ത് തന്നത്? യേശു പറയുക ജഡരക്തങ്ങൾ അല്ല, എന്റെ പിതാവ് തന്നെയാണ് നിന്റെ പേരിൽ വെളിപ്പാടിനെ പകർന്നത്. ജീവനോടിരിക്കുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ ജീവിതം കൊണ്ട് ദൈവപുത്രനാണെന്ന് തെളിയിക്കപ്പെട്ടവരാണ് യേശു ക്രിസ്തു. അടുത്ത പദം യോഹന്നാന്റെ സുവിശേഷം 11:4. യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അത്രേ എന്ന് പറഞ്ഞു. അപ്പം ചില രോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് ദൈവത്തിന്റെ നാമം ഉയരാൻ വേണ്ടിയാണ്. ചില പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് യേശുവിന്റെ നാമം ഉയരാൻ വേണ്ടിയാണ്. ചില പ്രതികൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് യേശുവിനെ ഒന്ന് കണ്ടുമുട്ടാൻ വേണ്ടിയാണ്. ചില ആരോടും പറയാൻ കഴിയാത്ത ചില വേദനകൾ നിങ്ങളുടെ അകത്ത് വെളിപ്പെടുന്നത് എന്തിനാണെന്നറിയാമോ? ആമേൻ, ആമേൻ, സ്തോത്രം. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടാൻ വേണ്ടിയാ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം വിശ്വസിക്കുക, ആർക്കുമില്ലാത്ത വേദന എന്റെ വീട്ടിൽ എന്റെ തലമുറയെ അലട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം യേശു എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കിയെന്ന് 10 പേരോട് സാക്ഷ്യം പറയാൻ വേണ്ടിയാ. യേശു എന്നെ വിടുവിച്ചെന്ന് പറയാനാ. ഒരു രോഗം, ഒരു സർജറി അല്ലെങ്കിൽ ഒരു രോഗത്തിന് ഒരു വൈദ്യനെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വന്ന് നമ്മുടെ രോഗം മാറി നമ്മൾ 10 പേരോട് പറയും ഇന്ന ആശുപത്രിയിൽ ഇന്ന ഡോക്ടർ ഉണ്ട്, മിടുക്കനാണ്, അവിടെ പോയാൽ മതി, എന്താവും പുള്ളി കാര്യമൊക്കെ കൈകാര്യം ചെയ്ത് തരും. പറയത്തില്ലേ നിങ്ങളാരും? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾ ആശുപത്രിയെ കണ്ടിട്ടില്ലെന്ന്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്താൽ നിങ്ങൾ 10 പേരോട് പറയണം യേശുവാണ് എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കിയത്. വൈദ്യനല്ല, രോഗമല്ല, മരുന്നല്ല. വൈദ്യന്റെ അടുക്ക പോയി മരുന്ന് ഒരുപാട് കഴിച്ചു, ഒരു മറുപടി ഇല്ലായിരുന്നു. പക്ഷെ യേശു എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തെന്ന് അതരം തുറന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോഴാ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കുടുംബം യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ കുടുംബമായി തീരുന്നത്. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പറയുന്നെങ്കിൽ നിന്റെ കുടുംബം കൊണ്ട് തീരരുത്. അടുത്ത കുടുംബത്തിലേക്കും ഈ സന്തോഷം അവരും അനുഭവിക്കണം, ഈ പ്രാർത്ഥന അവരും പ്രാർത്ഥിക്കണം, നീ കണ്ട ദൈവത്തെ അവരും കാണണം, നീ സേവിക്കുന്ന ആ ദൈവിക വിടുതൽ, നീ അനുഭവിക്കുന്ന ആ സാന്നിധ്യം അവരും അനുഭവിക്കണം. ഇന്ന് രാത്രി മറന്നു പോകരുത്. അപ്പോസ്തലപ്രവൃത്തി 8:37. അതിന് ഫിലിപ്പോസ് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. 9:20. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികൾ പ്രസംഗിച്ചു. കേട്ടവരെല്ലാവരും വിസ്മയിച്ച് യെരുശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ? ഞാൻ മതി വിശദീകരിക്കുന്നില്ല, നിർത്തുക. 1 യോഹന്നാൻ 5:5. 1 യോഹന്നാൻ 5:5. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നത്? യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചത്? യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്,
എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാകുന്നു. എന്തുകൊണ്ടാണ് യേശു ലോകത്തെ ജയിച്ചു? പിതാവാണ് തന്നെ വിട്ടു എന്നുള്ള ബോധ്യമുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ പരീക്ഷയെ ജയിക്കണോ, ലോകത്തെ ജയിക്കണോ, ഈ ഭൂമിയിൽ നേരിടുന്ന സകല ക്ലേശങ്ങളെ ജയിക്കണോ, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. ഇതിന് കാശ് കൊടുക്കണോ? വേണ്ട. ഇതിന് കാശ് കൊടുക്കണോ? വേണ്ട. ഇത് ഹൃദയത്തിൽ അങ്ങോട്ട് വിശ്വസിച്ചാൽ നിന്റെ രോഗസൗഖ്യം. ഞാൻ തമാശ പറഞ്ഞതല്ല, വചനത്തിന്റെ പ്രവൃത്തിയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അങ്ങോട്ട് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ നീ മതം മാറണ്ട, നീ ഒരാചാരങ്ങളിലും പോകണ്ട, ഒന്നും ചെയ്യണ്ട. യേശു ദൈവപുത്രനാണെന്ന് നിന്റെ അകത്ത് വിശ്വസിച്ചാൽ അന്ന് നിന്റെ വീട്ടിൽ വിടുതൽ ആരംഭിച്ചു, അന്ന് നിന്റെ വീട്ടിൽ രക്ഷ ആരംഭിച്ചു. കാരാഗ്രഹ പ്രമാണി ചോദിക്കുക, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? നിന്റെ വീട് ആദ്യം വിശ്വസിച്ചാൽ നാട്ടുകാർ വിശ്വസിക്കും. നീ പറഞ്ഞ നാട്ടുകാർ വിശ്വസിക്കാത്തതിന്റെ കാരണം നിന്റെ വീട് വിശ്വസിക്കാത്തതുകൊണ്ടാണ്. നീ വിശ്വസിച്ചാൽ നിന്റെ സമീപത്തുള്ളവൻ വിശ്വസിക്കും. അവര് പറയാതെ തന്നെ വന്ന് പറയും. നിങ്ങൾ എന്താണ്? നിങ്ങൾക്കൊരു രോഗവും ഇല്ലല്ലോ, ഒരു പ്രയാസവും ഇല്ല. വന്ന് ചോദിക്കും, എന്താ ഇതിന്റെ രഹസ്യം? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ലോകത്തെ ജയിച്ചവനെയാണ് ഇന്ന് രാത്രി നാം സേവിക്കുന്നത്. അതുകൊണ്ട് മറന്നു പോകരുത്, ആ ജയം നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടും.